ഫസ്റ്റ് യൂണിറ്റ് അണ്ടർസ്റ്റാൻഡിങ് കിൻഷിപ്പ് സ്റ്റഡീസ്. ഈ യൂണിറ്റിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് കിൻഷിപ്പ് എന്താണ്, ഇന്ത്യൻ പെർസ്പെക്റ്റീവിലും വെസ്റ്റേൺ പെർസ്പെക്റ്റീവിലും കിൻഷിപ്പ് എങ്ങനെയാണ് ഡിഫറൻ്റ് ആയിരിക്കുന്നത്, വെസ്റ്റേൺ തിങ്കേഴ്സ് ആയിട്ടുള്ള ലെവി സ്ട്രോസ്, റാഡ്ക്ലിഫ്, ജാക്ക് ഗുഡി ഇവരെങ്ങനെയാണ് കിൻഷിപ്പിനെ നോക്കിക്കണ്ടത്, അവർ ഏതൊക്കെ രീതിയിൽ സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്, അതേപോലെ ഇന്ത്യൻ തിങ്കേഴ്സായ ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ വരുന്ന ശ്രീനിവാസ്, MN ശ്രീനിവാസ്, GS ഗുരേ, ഐരാവതി കാർവേ, KM കപാടിയ ഇവരൊക്കെ എങ്ങനെയാണ് കിൻഷിപ്പിനെ നോക്കിക്കണ്ടത്, അതേപോലെ തന്നെ ജെൻഡർ എന്ന ആസ്പെക്റ്റ് എങ്ങനെ കിൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ജെൻഡർ എന്ന ആസ്പെക്റ്റ് എങ്ങനെയാണ് കിൻഷിപ്പ് സ്റ്റഡീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ലെസൻ്റെ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കിൻഷിപ്പ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബന്ധു എന്നാണ് അർത്ഥം. അപ്പോൾ കിൻഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബന്ധുത്വം എന്നാണ് അർത്ഥം. അപ്പോൾ കിൻഷിപ്പിൻ്റെ ഡെഫിനേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഇൻഡിവിജ്വൽസ് പരസ്പരം കണക്റ്റഡ് ആയിരിക്കുന്നു, അവരൊരു റിലേഷൻഷിപ്പിൽ വരുന്നുണ്ട്. അത് രണ്ട് രീതികളിലായിരിക്കാം. ഒന്നുകിൽ ബൈ ബ്ലഡ് റിലേഷൻ അല്ലെങ്കിൽ ബൈ മാരേജ്. ഈ ബ്ലഡ് റിലേഷനിൽ വരുന്ന റിലേഷൻഷിപ്പിനെ കോൺസാൻജീനിയൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇവിടെ നമുക്ക് കോൺസാൻജീനിയൽ കിൻഷിപ്പ് എന്ന് പറയാം. മാരേജ് വഴിയുള്ള റിലേഷൻഷിപ്പിനെ നമുക്ക് അഫിനൽ കിൻഷിപ്പ്, ഒരു അഫിനൽ റിലേഷൻഷിപ്പ് എന്ന് പറയാം. അപ്പോൾ ഈ രണ്ട് രീതിയിൽ ആളുകൾക്ക് തമ്മിൽ ഇൻഡിവിജ്വൽസിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ കിൻഷിപ്പ് എന്ന് പറയുന്നത്. ഈ കിൻഷിപ്പ് സ്റ്റഡീസ് സോഷ്യോളജിയിലാണെന്നുണ്ടെങ്കിലും ആന്ത്രോപോളജിയിലാണെന്നുണ്ടെങ്കിലും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ പീറ്റർ മെർഡോക്ക്, റാഡ്ക്ലിഫ് ബ്രൗൺ, ലെവി സ്ട്രോസ്, ഐരാവതി കാർവേ, KM കപാടിയ ഇതുപോലെയുള്ള ഇവരുൾപ്പെടെയുള്ള തിങ്കേഴ്സ് എല്ലാവരും ഈ ഒരു സബ്ജക്റ്റിലോട്ട് കിൻഷിപ്പ് സ്റ്റഡീസിന് വേണ്ടി ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നടത്തിയവരാണ്. അതേപോലെ തന്നെ ജസ്റ്റ് ആളുകൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നു, അതാണ് കിൻഷിപ്പ് എന്ന് മാത്രം പറഞ്ഞ് നമുക്ക് അതിനെ ലിമിറ്റ് ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താ വെച്ചാൽ കിൻഷിപ്പ് ഒരു സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായി വരുന്ന ഇൻഡിവിജ്വൽസിന് ഒരു സെർട്ടൈൻ റോളും സ്റ്റാറ്റസും അവിടെ വരുന്നുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞു ബ്ലഡ് റിലേഷൻ വഴിയുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ അമ്മയും മകനും തമ്മിലുള്ള ബന്ധം, അച്ഛനും മകളും തമ്മിലുള്ള ബന്ധമെല്ലാം കോൺസാൻജീനിയൽ കിൻഷിപ്പിൻ്റെ ബ്ലഡ് റിലേഷൻ വഴിയുള്ള കിൻഷിപ്പിൻ്റെ എക്സാമ്പിൾസ് ആണ്. അഫിനൽ കിൻഷിപ്പ് എന്ന് പറയുമ്പോൾ മാരേജ് വഴി ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടാകുന്ന ബന്ധമാണ് അഫിനൽ കിൻഷിപ്പിൽ വരുന്നത്. ഇങ്ങനെ ഒരാളുടെ ഭാര്യയും അല്ലെങ്കിൽ ഒരാളുടെ അച്ഛനോ അമ്മയോ ഒക്കെ ആകുന്ന സമയത്ത് ആ ഒരു റോള് അവരോട് നിർവഹിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ആ റോളിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു പ്രത്യേക സ്റ്റാറ്റസും അവർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ റോളും സ്റ്റാറ്റസും ഉള്ളതിൻ്റെ കൂടെ തന്നെ അതിനനുസരിച്ച് ഒരു സെർട്ടൈൻ ബിഹേവിയറൽ പാറ്റേൺ കൂടി അവരിൽ നിന്ന് നമ്മുടെ സമൂഹം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഒരു സമൂഹത്തിൽ ഒരാളുടെ അച്ഛനാണ് എന്ന് പറഞ്ഞാൽ അച്ഛൻ മകനോട് ഇന്ന രീതിയിൽ പെരുമാറണം, മകൻ അച്ഛനോട് ഈ രീതിയിൽ പെരുമാറണം എന്ന് നമ്മുടെ സമൂഹം പറഞ്ഞു വെക്കുന്ന അല്ലെങ്കിൽ നിഷ്കർഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്താണ്, ആളുകളുടെ ബിഹേവിയർ എന്തായിരിക്കണം അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് കൂടി എന്താണ്, കിൻഷിപ്പാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ പല തിങ്കേഴ്സും പല പേഴ്സ്പെക്റ്റീവ്സ് വരുന്നുണ്ട്. ഈ ഒരു യൂണിറ്റിൽ രണ്ട് പേഴ്സ്പെക്റ്റീവ് ഉണ്ട്, ഒന്ന് വെസ്റ്റേൺ, ഒന്ന് ഇന്ത്യൻ പേഴ്സ്പെക്റ്റീവ്. അപ്പോൾ വെസ്റ്റേൺ പെർസ്പെക്റ്റീവ് തുടങ്ങി വെച്ചത്, അതിൻ്റെ ഒരു പയനിയറിംഗ് വർക്ക് നടത്തിയത് മോർഗനാണ്. ഇദ്ദേഹം 1875 ഒരു പ്രധാനപ്പെട്ട സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് അദ്ദേഹം നോക്കിയത് കിൻഷിപ്പ് എങ്ങനെയാണ് ഇവോൾവ്ഡ് ആയിട്ട് വന്നത്, കാലം മാറുന്നതിനനുസരിച്ച് കിൻഷിപ്പിൽ എന്തൊക്കെ സിമിലാരിറ്റീസ് ഉണ്ട്, അതായത് ഓരോ സൊസൈറ്റിയിലും കിൻഷിപ്പിൽ എന്തൊക്കെ സിമിലാരിറ്റീസ് ഉണ്ട് അല്ലെങ്കിൽ ഡിഫറൻസസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പഠിച്ചത്. അതിനുശേഷം 1875 ഒക്കെ കഴിഞ്ഞ് ഒരു 1960 ആയപ്പോഴേക്കും കിൻഷിപ്പ് സ്റ്റഡീസ് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാൻ തുടങ്ങി. അതായത് ഡിസെൻറ്റ്, മാരേജ്, അതുപോലെ കിൻഷിപ്പ് ടെർമിനോളജീസ്, കിൻഷിപ്പിൽ ഉപയോഗിക്കുന്ന പദങ്ങൾ എന്തൊക്കെയാണ്, പദപ്രയോഗങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം കൂടെ ശ്രദ്ധിക്കാൻ തുടങ്ങി 1960s ആയപ്പോൾ. ഈ ഒരു ഷിഫ്റ്റ്, ഈ ഒരു ചേഞ്ച് ഉണ്ടായതിൻ്റെ മെയിൻ കാരണക്കാർ ഷ്നീഡർ, എഡ്മണ്ട് ലീച്ച് അതുപോലെയുള്ള ചിലരാണ്. ഒരു 1970s ആയപ്പോഴേക്കും കിൻഷിപ്പ് സ്റ്റഡീസിന് വന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു സോഷ്യോളജിയിലും ആന്ത്രോപോളജിയിലും കിൻഷിപ്പ് പ്രധാനപ്പെട്ടതാണ് എന്ന്. പക്ഷേ ഒരു 1970s ആയപ്പോൾ ആന്ത്രോപോളജിയിൽ വേറെ ചില ടോപ്പിക്സ് കയറി വന്നു. അത് പൊളിറ്റിക്കൽ ആന്ത്രോപോളജി, ഫെമിനിസ്റ്റ് ആന്ത്രോപോളജി, സോഷ്യൽ ഹിസ്റ്ററി, ഇങ്ങനെയുള്ള ചില ടോപ്പിക്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില വിഷയങ്ങൾ കൂടി, ചില സബ്ജക്റ്റുകളും കൂടി അങ്ങോട്ട് കടന്നു വന്നു. എവിടെ? ആന്ത്രോപോളജിയിൽ. അതുകൊണ്ട് 1970s ആയപ്പോൾ സോഷ്യോളജിയിൽ കിൻഷിപ്പ് സ്റ്റഡീസ് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നെങ്കിലും ആന്ത്രോപോളജിയിൽ അതിൻ്റെ പ്രാധാന്യം കുറച്ച് കുറയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഓരോരുത്തരായിട്ട് നോക്കാം. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു മോർഗൻ, അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം ലൂയിസ് H. മോർഗൻ എന്നാണ്. ഇദ്ദേഹം 1877 ആൻഷ്യൻ സൊസൈറ്റി എന്നൊരു ബുക്ക് പബ്ലിഷ് ചെയ്തു. ഈ ഒരു പുസ്തകത്തിൽ അദ്ദേഹം കിൻഷിപ്പിൻ്റെയും മാരേജിൻ്റെയും എവല്യൂഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി നടത്തി. ഇത് എങ്ങനെയാണ് ഉണ്ടായത്, ഇത് ഓരോ കാലം മാറുന്നതിനനുസരിച്ച് ഓരോ സമൂഹത്തിലും എങ്ങനെയാണ് ഇവോൾവ് ആയത് പോലെയുള്ള കാര്യങ്ങളെല്ലാം ഇദ്ദേഹം പഠിച്ചു. അതിൽ പ്രോമിസ്ക്യൂറ്റി തൊട്ട് മോണോഗമി വരെ വന്നു. പ്രോമിസ്ക്യൂറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ പങ്കാളികൾ, പാർട്ട്നേഴ്സ് ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. അതിൽ നിന്ന് മോണോഗമി, ഒരാൾക്ക് ഒരു പാർട്ട്ണർ മാത്രം ഉള്ള കേസ് വരെ. അപ്പോൾ ഈ ഒരു കാലയളവിൽ ഈ ഒരു ഷിഫ്റ്റിനെ കുറിച്ചെല്ലാം അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അതേപോലെ തന്നെ കിൻഷിപ്പ് ടെർമിനോളജീസ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാര്യം ഓരോ സൊസൈറ്റിയിലും കിൻഷിപ്പ് ടെർമിനോളജീസ് ആ സൊസൈറ്റിയുടെ ഒരു സോഷ്യൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സോഷ്യൽ ഓർഡർ എങ്ങനെയാണ്
എന്ന് മനസ്സിലാക്കുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇദ്ദേഹത്തിന് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തി. അതായത് അമേരിക്കൻ ഇന്ത്യൻ ട്രൈബ്സിനെയും ചില ഏഷ്യൻ സൊസൈറ്റികളെയും തമ്മിൽ ഒരു കമ്പാരിസൺ നടത്തി. ഈ രണ്ട് സൊസൈറ്റികളിലും എന്തൊക്കെ ടേംസ് യൂസ് ചെയ്യുന്നുണ്ട്, അതായത് ഓരോ സൊസൈറ്റിയിലും അവരവരുടെ ബന്ധുക്കളെ എന്തൊക്കെ വാക്കുകൾ ഉപയോഗിച്ചാണ് വിളിക്കുന്നത്, ആ വാക്കുകൾ എന്തൊക്കെയാണ്, ഈ ഓരോ സൊസൈറ്റിയിലും ഈ വാക്കുകൾ തമ്മിൽ വ്യത്യാസങ്ങളുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഇദ്ദേഹം നോക്കിക്കണ്ടു. ഇതിനെല്ലാം മുൻപ്, അതായത് ഇങ്ങനെ ഒരു സ്റ്റഡി നടത്താൻ വേണ്ടി പുള്ളിയെ ഇൻഫ്ലുവൻസ് ചെയ്ത പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അമേരിക്കൻ ഇന്ത്യൻ ട്രൈബായിട്ടുള്ള ഇറോക്യൂസിനെ കുറിച്ച് അദ്ദേഹം ഒരു സ്റ്റഡി ആദ്യം നടത്തിയിരുന്നു. അത് വളരെ ഇൻറ്റൻസീവായ ഒരു ഡീറ്റെയിൽഡ് റിസർച്ച് ആയിരുന്നു. ആ റിസർച്ചിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട്, അല്ലെങ്കിൽ ആ റിസർച്ചിൽ നിന്നുള്ള ഇൻസൈറ്റ്സ് വെച്ചിട്ടാണ് ഇദ്ദേഹം നേരത്തെ പറഞ്ഞ ഈ കമ്പാരിസൺ നടത്തിയത്. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കിയ കാര്യം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഒപ്പീനിയൻ, അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട്, അഭിപ്രായം എന്നൊക്കെ പറയുന്നത്, കിൻഷിപ്പ് സിസ്റ്റം എന്ന് പറയുന്നത് ബയോളജിക്കൽ ഡീസൻ്റ് ആണ്, ജനിതകപരമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരാൾ ഒരാളുടെ മകനോ അല്ലെങ്കിൽ ഒരാളുടെ ഭർത്താവോ ഭാര്യയോ ആകുമ്പോഴാണ് സൊസൈറ്റീസ് ഡെവലപ്പ് ആവുന്നത്, അല്ലെങ്കിൽ സൊസൈറ്റീസിലെ എണ്ണം കൂടി വരുന്നത്. ആ ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഫാമിലിയും മാരേജും നമ്മുടെ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ മാനവരാശിയുടെ നിലനിൽപ്പിന് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ് ആര് പറഞ്ഞത്? മോർഗൻ പറഞ്ഞത്. ആൻഷ്യൻ സൊസൈറ്റിയിൽ അദ്ദേഹം മാരേജ് റൂൾസിനെ കുറിച്ചും മാരേജ് എങ്ങനെ ഒരു ഫാമിലിയുടെ ഗ്രോത്തിലോട്ട് നയിക്കുന്നു, അതെങ്ങനെ സൊസൈറ്റിയുടെ നിലനിൽപ്പിലോട്ട് എത്തിക്കുന്നു പോലെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ മാരേജ്, അതായത് ഈ കിൻഷിപ്പ് ടെർമിനോളജീസിന് പുറമെ വേറൊരു ചില കാര്യങ്ങളും കൂടി അദ്ദേഹം കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ട്. അതാണ് ക്ലാസിഫിക്കേറ്ററി ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് സിസ്റ്റംസ് ഓഫ് കിൻഷിപ്പ് എന്ന് പറയുന്നത്. അതായത് ക്ലാസിഫിക്കേറ്ററി സിസ്റ്റവും ഡിസ്ക്രിപ്റ്റീവ് സിസ്റ്റവും അതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത യൂണിറ്റുകൾ പറഞ്ഞു പോകുന്നുണ്ട്. ഇവിടെ വളരെ ഷോർട്ടായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് വേറൊരു കോൺസെപ്റ്റ് നമ്മൾ അറിയേണ്ടതുണ്ട്. പാരലൽ കസിൻസ്, ക്രോസ് കസിൻസ്, അതേപോലെ തന്നെ ഡയറക്റ്റ് കിന്ന്, കൊളാട്രൽ കിന്ന്. ഈ ടേംസ് എന്താണെന്ന് നമുക്ക് ആദ്യം അറിയണം. ഡയറക്റ്റ് കിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെയിം ലീനേജിൽ വരുന്ന ഒരാൾ. ഇപ്പോൾ നമ്മളും നമ്മുടെ അച്ഛനും സെയിം ലീനേജിലാണ്, നമുക്കതിനെ ഡയറക്റ്റ് കിൻ എന്ന് വിളിക്കാം. നമ്മളും നമ്മുടെ അച്ഛൻ്റെ സഹോദരനും ഡയറക്റ്റ് ലീനേജിലല്ല, അതൊരു കൊളാട്രൽ കിന്നാണ്. ഇതാണ് അതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ. അപ്പോൾ ഡയറക്റ്റ് കിന്നിനെ കുറിച്ചും കൊളാട്രൽ കിന്നിനെ കുറിച്ചും അദ്ദേഹം ചെറിയൊരു പഠനം നടത്തി. അതിനെ അദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേറ്ററിയിലോട്ടും ഡിസ്ക്രിപ്റ്റീവിലോട്ടും കൂട്ടിച്ചേർത്തു. അങ്ങനെ അദ്ദേഹം പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്ലാസിഫിക്കേറ്ററി സിസ്റ്റം ഓഫ് കിൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നിടത്ത് ഡയറക്റ്റ് കിന്നിനും കൊളാട്രൽ കിന്നിനും ഒരേ പേരായിരിക്കും, അല്ലെങ്കിൽ ഒരേ ടെർമിനോളജി ആയിരിക്കും. ജസ്റ്റ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ക്ലാസിഫിക്കേറ്ററി സിസ്റ്റം ഓഫ് കിൻഷിപ്പ് ഉള്ളൊരു സ്ഥലത്ത് നമ്മുടെ അച്ഛനും അച്ഛൻ്റെ സഹോദരനും ഒരേ പേരായിരിക്കും. ഈ ഒരേ പേര് എന്നതുകൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരേ സ്ഥാനം എന്നാണ്. ഇപ്പം നമ്മുടെ അച്ഛന് കൊടുക്കുന്ന സ്ഥാനം, അതേ റെസ്പെക്റ്റ് അച്ഛൻ്റെ സഹോദരനും കൊടുക്കുന്നു. അതാണ് ഇതുകൂടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ ടേമും ഒന്നായിരിക്കും, നമ്മൾ വിളിക്കുന്ന പദവും ഒന്നായിരിക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു കോർ എന്ന് പറയുന്നത് ആ സ്ഥാനം, പൊസിഷനെ കുറിച്ചാണ്. ഇനി ഡിസ്ക്രിപ്റ്റീവ് സിസ്റ്റത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കിന്നിനും കൊളാട്രൽ കിന്നിനും, അതായത് എക്സാമ്പിൾ ആണെങ്കിൽ നമ്മുടെ അച്ഛനും അച്ഛൻ്റെ സഹോദരനും വ്യത്യസ്തമായ ടേംസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. കോമൺ ആയിട്ടുള്ള കാര്യം, അതാണ് ഡിസ്ക്രിപ്റ്റീവിൽ പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു പാരലൽ കസിൻസ്, ക്രോസ് കസിൻസ് എന്ന്. പാരലൽ കസിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അച്ഛൻ്റെ സഹോദരൻ്റെ മക്കൾ, അതേപോലെ അമ്മയുടെ സഹോദരിയുടെ മക്കൾ, ഇവരെ നമുക്ക് എന്ത് വിളിക്കാം? പാരലൽ കസിൻസ് എന്ന് വിളിക്കാം. ഇനി ക്രോസ് കസിൻസ് എന്ന് പറയുന്നത് അച്ഛൻ്റെ സഹോദരിയുടെ മക്കൾ, അതേപോലെ അമ്മയുടെ സഹോദരൻ്റെ മക്കൾ. ഇപ്പോൾ നമ്മൾ പാരലൽ കസിൻസിനെയും ക്രോസ് കസിൻസിനെയും കുറച്ചും കൂടി ഒരു മലയാളി കോണ്ടെക്സ്റ്റിലേക്ക്, കേരളത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അമ്മാവൻ്റെ മോള്, മുറപ്പെണ്ണ്, ആ ഒരു രീതിയിലൊക്കെ പറയും. അപ്പോൾ ഈ ഒരു മുറപ്പെണ്ണ് എന്ന് പറയുന്നത് ഒരു ക്രോസ് കസിനാണ്. ഈ മുറപ്പെണ്ണ് അല്ലാതെ വരുന്ന നമ്മുടെ കസിൻ ഒരു പാരലൽ കസിനാണ്. അപ്പോൾ ഇവിടെ ഇദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, പല കിൻഷിപ്പ് ഗ്രൂപ്പുകളിലും പല സൊസൈറ്റികളിലും ക്രോസ് കസിൻ മാരേജ് അലൗഡാണ്. ഇപ്പോൾ കേരളത്തിൽ മുറപ്പെണ്ണിനെ കല്യാണം കഴിക്കുക എന്നൊരു സിസ്റ്റം നിലനിന്നിരുന്നു, ഇപ്പോഴും അതുണ്ടെന്ന് പറയാം. അങ്ങനെ പറയുന്ന പോലെ ക്രോസ് കസിൻ മാരേജ് പല സൊസൈറ്റികളിലും അലൗഡാണ്. പക്ഷേ പാരലൽ കസിൻസിൻ്റെ മാരേജ് പല സൊസൈറ്റികളിലും അലൗഡല്ല. ഇതിന് പല എക്സെപ്ഷൻസും വന്നിട്ടുണ്ട്, ഇങ്ങനെ അല്ലാത്ത സാഹചര്യങ്ങളും ഉണ്ട്. പക്ഷേ കോമൺ ആയിട്ടുള്ളൊരു കാര്യം ഇതാണെന്നാണ് അദ്ദേഹം സമർത്ഥിച്ചത്. ഇനി രണ്ടാമത്തെ ആൾ AR റാറ്റ്ക്ലിഫ് ബ്രൗൺ ആണ്. ഇവിടെ റാറ്റ്ക്ലിഫ് ബ്രൗൺ എന്ന് പറയുന്ന ആന്ത്രോപോളജിസ്റ്റ് അദ്ദേഹം മെയിനായിട്ടും ഫോക്കസ് ചെയ്തത് മാരേജ് വഴിയുള്ള റിലേഷൻഷിപ്സിനെ കുറിച്ചായിരുന്നു. നേരത്തെ ആൾ മോർഗൻ ഫോക്കസ് ചെയ്ത് ടെർമിനോളജീസിലും മാരേജിലും ആണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം പ്രൈം ഫോക്കസ് കൊടുത്തത് മാരേജിനും അഫിനിറ്റിയിലും തന്നെയായിരുന്നു. ഇദ്ദേഹം മാരേജ് വഴി ഒരു ഫാമിലി എങ്ങനെ ഉണ്ടാവുന്നു, ഒരു ഫാമിലിയിലെ മെമ്പേഴ്സ് എങ്ങനെയായിരിക്കും എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഒരു ഫാമിലി, ഒരു എലമെൻ്ററി ഫാമിലി എന്ന് പറയുന്നതിൽ ഒരാളും അയാളുടെ ഭാര്യയും മക്കളും ഉണ്ടായിരിക്കും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഒരു കോമ്പൗണ്ട് ഫാമിലി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരാളും അയാളുടെ ഭാര്യയും അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഭാര്യമാരും അവരുടെ മക്കളും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. പോളിഗമിയും
പോളിഗമി മോണോഗമി എന്താണെന്നൊക്കെ ഇനി പറയുന്നത് തന്നെയാണ്. അപ്പോൾ ഒരു എലമെൻ്ററി ഫാമിലിയെക്കുറിച്ചും കോമ്പൗണ്ട് ഫാമിലിയെക്കുറിച്ചും റാറ്റ്ക്ലിഫ് ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, എല്ലാ സൊസൈറ്റിയിലും അല്ലെങ്കിൽ ഓരോ സൊസൈറ്റിയിലും മാരേജ് അല്ലെങ്കിൽ മാരേജിൻ്റെ പാറ്റേൺ ഡിഫറൻ്റ് ആയിരിക്കും. നമുക്കറിയാം കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് നമ്മുടേത്. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കും കാര്യങ്ങൾ കൊണ്ടുപോവുക. മാരേജിലും ഒരു എക്സെപ്ഷനും ഇല്ല. പല നാട്ടിലും പല രീതിയിലായിരിക്കും മാരേജ് എന്നാണ് റാറ്റ്ക്ലിഫ് അവകാശപ്പെട്ടത്. അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഒരു സൊസൈറ്റിയിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നു. ഇപ്പോൾ കിൻഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. അപ്പോൾ ഒരു സൊസൈറ്റിയിൽ ഒരു കിൻഷിപ്പ് ഉണ്ടാവുമ്പോൾ രണ്ടുപേരും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുമ്പോൾ അത് ഒരു സോഷ്യൽ റിലേഷൻഷിപ്പാണ്. ആ സോഷ്യൽ റിലേഷൻഷിപ്പിന് അതിൻ്റേതായ ഒരു പർപ്പസ് ഉണ്ടായിരിക്കും. ഒരു സൊസൈറ്റിയിൽ രണ്ടുപേരും തമ്മിൽ ഒരു യൂണിയനിലാവുമ്പോൾ, ഒരു റിലേഷൻഷിപ്പിലാവുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായൊരു സോഷ്യൽ പർപ്പസ് കൂടി ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് കിൻഷിപ്പ് സിസ്റ്റം എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അപ്പോൾ എന്താണ്, കിൻഷിപ്പിനെ ഒരു ബയോളജിക്കൽ കേസ് എന്നുള്ള രീതിയിൽ മാത്രമല്ലാതെ ഒരു സൊസൈറ്റൽ ആസ്പെക്റ്റും കൂടി കൊടുത്ത് സൊസൈറ്റിയിലുള്ള രണ്ടാളുകൾ തമ്മിലുള്ള ബന്ധം അങ്ങനെ ഒരു രീതിയിലും കൂടിയാണ് ഇവിടെ റാറ്റ്ക്ലിഫ് ബ്രൗൺ നോക്കി കണ്ടിട്ടുള്ളത്. പിന്നെ ഇദ്ദേഹം ക്ലാൻ എന്താണ്, ലീനിയേജ് എന്താണ്, അങ്ങനത്തെ ടേംസിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്ലാൻ എന്ന് പറയുന്നത് ഇറ്റ്സ് യൂഷ്വലി എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ക്ലെയിം ടു ബിലോങ് ടു എ കിൻ ഗ്രൂപ്പ് ഓൺ ദി ബേസിസ് ഓഫ് ആൻ ആൻസിസ്റ്റർ ഹു മേ ഓർ മേ നോട്ട് ഹാവ് എക്സിസ്റ്റഡ്. അപ്പോൾ ക്ലാൻ എന്ന് പറയുന്നത് കുറച്ച് ആളുകളുടെ ഒരു കൂട്ടമാണ്. അവർ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഒരു ആൻസിസ്റ്ററിൽ നിന്നുണ്ടായതാണ്. നമ്മുടെ എല്ലാവരുടെയും പൂർവികൻ ഒന്നാണ്. ഈ പൂർവികൻ ചിലപ്പോൾ ഉള്ളതാവാം, ചിലപ്പോൾ ഇല്ലാത്തതാവാം. അയാൾ ജീവിച്ചിരിക്കണമെന്നോ റിയൽ ആണെന്നോ യാതൊരു നിർബന്ധവുമില്ല. ഇപ്പോൾ ചില ക്ലാനുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ മരങ്ങളോ പക്ഷികളോ അല്ലെങ്കിൽ മല പർവ്വതങ്ങളൊക്കെ ആയിരിക്കും അവരുടെ ആൻസിസ്റ്ററായിട്ട് കണക്കാക്കുന്നത്. ഇന്ത്യയിൽ അതിൻ്റെ പല ഉദാഹരണങ്ങളുണ്ട്. ഇതേ സമയം ലീനിയേജ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. എന്താണ് അത്? ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവരെന്താണ്, അവരുടെ ലീനിയേജ് അല്ലെങ്കിൽ അവരുടെ ഒരു വംശപരമ്പരയെ ബാക്കിലോട്ട് ട്രേസ് ചെയ്ത് പോകാൻ പറ്റുകയും ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ടായിരിക്കുകയും ചെയ്യും. അപ്പോൾ ലീനിയേജിൽ വരുന്ന ആളുകൾക്ക് അവരുടെ കോമൺ ആൻസിസ്റ്റർ ആരാണെന്ന് വ്യക്തമായിട്ട് പറയാൻ കഴിയുകയും ചെയ്യും. അവരുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ കഴിയും. ഇപ്പോൾ ക്ലാനിലുള്ളവർ പറയും, ഇപ്പോൾ അതാ പണ്ട് ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു, അയാൾ എൻ്റെ പൂർവികനാണ്, അയാൾ ഞാൻ തമ്മിലുള്ള ബന്ധമൊന്നും എനിക്കറിയാൻ പാടില്ല, പക്ഷേ ഞങ്ങളൊക്കെ ഒരേ അതിൽ വരുന്ന ആൾക്കാരാണ് എന്ന് ക്ലാനിൽ പറയും. പക്ഷേ ലീനിയേജിൽ അങ്ങനെയല്ല. കൃത്യമായിട്ട് എൻ്റെ പൂർവികൻ ഇന്ന ആളാണ്, ഇയാൾ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛനായിരുന്നു, അങ്ങനെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു കൂട്ടമാണ് ലീനിയേജ്. അങ്ങനെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതൊരു ക്ലാനാണ്. അപ്പോൾ സ്വാഭാവികമായും ലീനിയേജിനേക്കാളും കുറച്ചും കൂടി വലിയൊരു കോൺസെപ്റ്റാണ് ക്ലാൻ എന്ന് പറയുന്നത്. ഇനി ഇദ്ദേഹം ഈ കിൻഷിപ്പ് ടെർമിനോളജീസിനെ കുറിച്ച് മുമ്പ് പറഞ്ഞ ആൾ മോർഗനാണ് സ്റ്റഡീസ് നടത്തിയതെന്ന് പറഞ്ഞെങ്കിൽ പോലും കിൻഷിപ്പ് നോമൻക്ലേച്ചർ അതിൽ വരുന്ന മറ്റ് പല പദങ്ങളെക്കുറിച്ചും ഈ പദങ്ങൾ ഉപയോഗിക്കുന്നതിൽ വരുന്ന ചില വൈരുദ്ധ്യങ്ങളെക്കുറിച്ചും ഇദ്ദേഹവും സ്റ്റഡി ചെയ്തിട്ടുണ്ട്. റാറ്റ്ക്ലിഫ് ബ്രൗണും സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം ഇതിനു വേണ്ടി കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത് പല സൊസൈറ്റിയിലുള്ള പല ടേംസിനെയാണ്. ഇദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൊസൈറ്റിയിൽ ഒരേ പേര് തന്നെ പല സ്ഥാനത്തുള്ള ആളുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് ഇദ്ദേഹം കണ്ടെത്തി. അതിൻ്റെ ഒരു ഉദാഹരണം പറയുന്നത് അങ്കിൾ എന്ന വാക്ക്. ഇത് നമ്മൾ അച്ഛൻ്റെ സഹോദരനെയും വിളിക്കും, അമ്മയുടെ സഹോദരനെയും വിളിക്കും. ഇതിനെ ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ ആലോചിക്കേണ്ട, ഇതൊരു ഇംഗ്ലീഷ് വാക്കായതുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് പെർസ്പെക്റ്റീവിൽ വെസ്റ്റേൺ പെർസ്പെക്റ്റീവിൽ ആലോചിക്കാം. അപ്പോൾ റാറ്റ്ക്ലിഫ് ബ്രൗൺ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെസ്റ്റേൺ സൊസൈറ്റീസിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഇതൊരു ബ്രിട്ടീഷ് യൂസേജ് ആണ്. അങ്കിൾ എന്ന വാക്ക് അച്ഛൻ്റെ സഹോദരനെയും വിളിക്കാം, അമ്മയുടെ സഹോദരിയെയും വിളിക്കാം. അപ്പോൾ ഇവിടെ എന്താണ്, ഒരേ ടേം തന്നെ രണ്ട് സ്ഥാനത്തുള്ള ആളുകളെ വിളിക്കാൻ ഉപയോഗിക്കുന്നു. ഇതേ സമയം ഇന്ത്യയിൽ കണ്ടത് നേരെ തിരിച്ചാണ്. അച്ഛൻ്റെ സഹോദരനെ ഒരു വാക്ക് വിളിക്കുന്നു, അമ്മയുടെ സഹോദരനെ ഒരു വാക്ക് വിളിക്കുന്നു. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് നോർത്തിൽ എവിടെയാണ് അദ്ദേഹം സ്റ്റഡി നടത്തി കമ്പയർ ചെയ്ത് പറഞ്ഞത്, ഇദ്ദേഹം പറഞ്ഞത് അമ്മയുടെ സഹോദരനെ മാമ എന്ന് വിളിക്കുമ്പോൾ അച്ഛൻ്റെ സഹോദരൻ അത് മൂത്ത ആളാണെന്നുണ്ടെങ്കിൽ ബഡാ പാപ്പ എന്നും ഇളയ ആളാണെങ്കിൽ ചാച്ച അല്ലെങ്കിൽ ചാച്ചു എന്നൊക്കെയും വിളിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്താണ്, ഒരേ സ്ഥാനത്തിന് തന്നെ പല പേരുകൾ വരുന്ന ഒരു ഇന്ത്യൻ സൊസൈറ്റിയും ഒരേ പേര് പല സ്ഥാനങ്ങളിൽ കൂടുന്ന ഒരു വെസ്റ്റേൺ സൊസൈറ്റിയെക്കുറിച്ചും അദ്ദേഹം സ്റ്റഡി നടത്തി. അപ്പം നോമൻക്ലേച്ചറിൽ അതായത് പദപ്രയോഗങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളിൽ വരുന്ന ചില ഡിഫറൻസസിനെ കുറിച്ച് അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്. പിന്നെ റാറ്റ്ക്ലിഫ് ബ്രൗൺ ഇവിടെ പറഞ്ഞ വേറൊരു കാര്യം എന്ന് പറയുന്നത് പ്രായം, ജെൻഡർ, ഏജ് ആൻഡ് ജെൻഡർ, ഇത് രണ്ടും ഒരു സൊസൈറ്റിയിൽ ആളുകളെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അതായത് കിൻഷിപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഒന്നുകൂടി സ്പെസിഫിക് ആയി പറഞ്ഞാൽ കിൻഷിപ്പ് ടെർമിനോളജിയെ ഡിഫൈൻ ചെയ്യുന്നു. ഇപ്പോൾ ഒരു കിൻഷിപ്പ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ തന്നെ വയ്ക്കാം, അയാൾ ഏത് ജെൻഡറിൽ വരുന്ന ആളാണ് അല്ലെങ്കിൽ അയാളുടെ പ്രായം ഏതാണ് എന്നതനുസരിച്ച് അയാൾക്കുള്ള ബഹുമാനവും കൂടി വരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സ്വാഭാവികമായിട്ടും പറയാം പുരുഷന്മാർക്കായിരിക്കാം പ്രാധാന്യം ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ പ്രായത്തിൽ മൂത്ത ആളാണെങ്കിൽ അയാൾക്ക് കൂടുതൽ ബഹുമാനം കൊടുത്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ കൊടുക്കുന്നുണ്ട്. ആ ഒരു കാര്യം കൂടി റാറ്റ്ക്ലിഫ് ബ്രൗൺ മനസ്സിലാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റ് പല പ്രാക്ടീസസും ലെവിറേറ്റ്, സൊറോറേറ്റ്, സൊറോറൽ പോളിജിനി, അഡൽഫിക് പോളിയാൻഡ്രി പോലെയുള്ള ചില മാരേജ് പ്രാക്ടീസസിനെ കുറിച്ചും അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്.
ലെവറേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രദറിൻ്റെ വിഡോയെ കല്യാണം കഴിക്കുന്നത്. ഇപ്പോൾ ഒരാളുടെ ഭാര്യ മരിച്ചുപോയി എന്നുണ്ടെങ്കിൽ അയാളുടെ സഹോദരൻ ഈ വിധവയെ കല്യാണം കഴിക്കുന്നതിനാണ് ലെവറേറ്റ് എന്ന് പറയുന്നത്. സൊറോറേറ്റ് എന്ന് പറയുന്നത് ഒരാൾ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുമ്പോൾ ആ സ്ത്രീയുടെ സിസ്റ്ററേയും കൂടി കല്യാണം കഴിച്ചാൽ അത് സൊറോറേറ്റ് ആയി. ഇനി സൊറോറൽ പോളിജീനി എന്ന് പറയുന്നത് 2ൽ കൂടുതൽ സിസ്റ്റേഴ്സിനെ ഒരുമിച്ച് കല്യാണം കഴിക്കുക. അതല്ലെങ്കിൽ അഡൽഫിക് പോളിയാൻഡ്രി എന്ന് പറയുന്നത് 2 സഹോദരന്മാർ ചേർന്ന് ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുക. ഇങ്ങനെയുള്ള ചില മാരേജ് പ്രാക്ടീസസിനെ കുറിച്ചും കൂടി ഇദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. അടുത്ത ആൾ സി ലെവിസ്ട്രോസ്, ക്ലൗഡ് ലെവിസ്ട്രോസ് ആണ്. ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാരേജിനെയും അലയൻസിനെയും പറ്റിയിട്ടുള്ളതായിരുന്നു. ഡിസെൻറ്റ് അല്ല, അലയൻസിനെ കുറിച്ച്. അലയൻസും ഡിസെൻറ്റും ഒക്കെ എന്താണെന്ന് വഴിയെ പറയുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇവിടെ അദ്ദേഹം സ്റ്റഡി ചെയ്തത് എന്തിനെ കുറിച്ചായിരുന്നു? മാരേജിനെയും അതുവഴി ഉണ്ടാകുന്ന അലയൻസുകളെയും കുറിച്ചായിരുന്നു. അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വർക്കാണ് എലമെൻ്ററി സ്ട്രക്ചേഴ്സ് ഓഫ് കിൻഷിപ്പ് എന്ന് പറയുന്നത്. ഇവിടെ അദ്ദേഹം സ്ത്രീകളെ കുറിച്ച് മനസ്സിലാക്കി, അല്ലെങ്കിൽ സ്ത്രീകളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത് ആസ് എ മോഡ് ഓഫ് എക്സ്ചേഞ്ച് എന്നുള്ള പോലെയാണ്. ഹി സ്പീക്സ് ഓഫ് ദി പ്രിൻസിപ്പിൾ ഓഫ് എക്സ്ചേഞ്ച് ഓഫ് വിമൻ ത്രൂ മാരേജ്. അതായത് ഒരു സൊസൈറ്റിയിൽ സ്ത്രീകളെ എക്സ്ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് സ്ത്രീകളെ കല്യാണം കഴിപ്പിച്ചു വിടുന്നു. ഇപ്പോൾ ഒരു ഫാമിലിയിലെ ഒരു സ്ത്രീയെ വേറൊരു ഫാമിലിയിലേക്ക് കല്യാണം കഴിപ്പിക്കുന്നു. ആ ഫാമിലിയിൽ നിന്ന് ഒരു സ്ത്രീയെ ഇങ്ങോട്ടും കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ഒരു സിസ്റ്റത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സമ്പ്രദായത്തെക്കുറിച്ച് അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു, പഠനങ്ങൾ നടത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് എന്താണ്? സൊസൈറ്റി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. സ്ത്രീകൾ സ്വന്തം ഫാമിലിയിൽ നിന്നും പുറത്ത് വേറൊരു ഫാമിലിയിലോട്ട് പോയി അങ്ങനെ 2 ഗ്രൂപ്പുകൾ തമ്മിൽ, 2 ഫാമിലീസ് തമ്മിൽ, അല്ലെങ്കിൽ 2 ഗ്രൂപ്പുകൾ തമ്മിൽ ഒരു സോൾഡാരിറ്റിയിൽ എത്തി അങ്ങനെ ഉണ്ടാകുന്ന റിലേഷൻഷിപ്സിനെ കുറിച്ച്, ഇത് സൊസൈറ്റിക്ക് വളരെ നല്ലതാണ് എന്നും അങ്ങനെ പുതിയ ഗ്രൂപ്പുകൾ ഉണ്ടാവുന്നു, പുതിയ ബന്ധങ്ങൾ ഉണ്ടാവുന്നു എന്നതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഇദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യമാണ്, നമ്മുടെ കിൻഷിപ്പ് എന്ന കോൺസെപ്റ്റിൻ്റെ ബേസ് എന്ന് പറയുന്നത് സിബ്ലിംഗ്ഷിപ്പാണ്. ഇപ്പോൾ 2 ആളുകൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുമ്പോൾ അത് നമ്മൾ പറഞ്ഞു, ഒന്നുകിൽ മാരേജ് വഴിയാവാം, അല്ലെങ്കിൽ ബ്ലഡ് റിലേഷൻ വഴിയാവാം എന്ന്. ഈ 2 രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ എല്ലാം ഒരു ബേസ് ആയിട്ട് വരുന്നത് സിബ്ലിംഗ്ഷിപ്പാണ്. 2 സഹോദരങ്ങൾ തമ്മിലുള്ള സഹോദര ബന്ധം, സഹോദരിയാണെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. സഹോദരി എന്നല്ല, സഹോദര ബന്ധം എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഏതൊരു കിൻഷിപ്പ് സിസ്റ്റം നോക്കുകയാണെങ്കിലും, ഏത് സൊസൈറ്റിയിലെ കിൻഷിപ്പ് സിസ്റ്റം നോക്കുകയാണെങ്കിലും കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന് പ്രൊഹിബിഷൻ ഓഫ് ഇൻസെസ്റ്റ്, എക്സോഗമി, റെസിഡൻസ് ആഫ്റ്റർ മാരേജ്. ഇത്തരം കാര്യങ്ങളെല്ലാം പല സൊസൈറ്റികളിലും ഏതാണ്ട് ഒരേപോലെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇൻസെസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ INCEST, ഇൻസെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ഒരിക്കലും 2 ആളുകൾ തമ്മിൽ ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് ഇൻസെസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് അച്ഛനും മകളും തമ്മിൽ, അല്ലെങ്കിൽ 2 സഹോദരങ്ങൾ തമ്മിൽ ഉണ്ടാകുന്ന ഒരു ലൈംഗിക ബന്ധത്തിനാണ് ഇൻസെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഭൂരിഭാഗം എല്ലാ സമൂഹങ്ങളിലും, അല്ലെങ്കിൽ എല്ലായിടത്തും തന്നെ പറയാം, തടയുന്ന, അല്ലെങ്കിൽ ആളുകൾ സമ്മതിക്കാത്ത, ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു സംഭവമാണ്. ഇതേപോലെ എക്സോഗമി മിക്കവാറും സൊസൈറ്റികളിലും, ഇപ്പോൾ കുറച്ച് പ്രിമിറ്റീവ് സൊസൈറ്റികൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും കാണാൻ പറ്റും. ഒരു ഗ്രൂപ്പിൽ നിന്നുള്ള ഒരാളെ കല്യാണം കഴിക്കുക മിക്കവാറും വേറൊരു ഗ്രൂപ്പിലെ ആളായിരിക്കും. ഒരു ക്ലാനിലെ ഒരാൾ മാരേജ് ചെയ്യുന്നത് വേറൊരു ക്ലാനിലെ ആളായിരിക്കും. കാരണം എന്താ വെച്ചാൽ അവർ വിശ്വസിക്കുന്നത് ആ ക്ലാനിലെ എല്ലാവരും ഒരേ ആൻസിസ്റ്ററിൽ നിന്ന് വന്നതാണ് എന്നുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് വേറൊരു തൻ്റെ ഗ്രൂപ്പിൽ നിന്ന് പുറത്തുള്ള ഒരാളെ കല്യാണം കഴിക്കുന്ന സിസ്റ്റമാണ് എക്സോഗമി എന്ന് പറയുന്നത്. ഇതേപോലെ റെസിഡൻസ് ആഫ്റ്റർ മാരേജിന് ശേഷം ഇവർ എവിടെയാണോ താമസിക്കുന്നത്, അത് പുരുഷൻ്റെ വീട്ടിലാണോ അല്ലെങ്കിൽ സ്ത്രീയുടെ വീട്ടിലാണോ, അത് രണ്ടും അല്ലാതെ വേറൊരു റെസിഡൻസിലാണോ, ഇത്തരം കാര്യങ്ങളെല്ലാം യൂണിവേഴ്സലാണ്. യൂണിവേഴ്സൽ മീൻസ് എല്ലാ സൊസൈറ്റികളിലും എല്ലാ കിൻഷിപ്പ് സിസ്റ്റത്തിലും ഇതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു പോകുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചും ആര് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ലെവിസ്ട്രോസ് പറഞ്ഞു. ഇദ്ദേഹം പിന്നെയും എടുത്തു പറഞ്ഞു, മാരേജ് എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാര്യം അതുവഴിയാണ് റീപ്രൊഡക്ഷൻ ഉണ്ടാവുന്നത്, കൂടുതൽ കുട്ടികൾ ഉണ്ടാവുന്നു, അതുവഴി സമൂഹത്തിൻ്റെ അംഗസംഖ്യ കൂടുന്നു എന്നല്ല, സമൂഹത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊട്ടി ഉറപ്പിക്കുന്നു, സോഷ്യൽ സോളിഡാരിറ്റി ഉണ്ടാവുന്നു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു കൺസെപ്റ്റിന് ഒരുപാട് പേര് എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. കാര്യം എന്താ വെച്ചാൽ ഷ്നീഡറേയും ബൂണിനെയും പോലുള്ള ചില തിങ്കേഴ്സ് ഇതിനെ എതിർത്ത് പറഞ്ഞു. അല്ലെങ്കിൽ ചില സ്കോളേഴ്സ് ഇങ്ങനെയൊന്നും അല്ല, ഇങ്ങനെ അല്ലാത്ത ചില എക്സാമ്പിൾസും ഉണ്ട് എന്നാണ് എടുത്തു പറഞ്ഞത്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, സുളു വിഭാഗത്തിൻ്റെ ഇടയിൽ കല്യാണം കഴിക്കുന്നത് 2 സ്ത്രീകൾ തമ്മിലായിരിക്കും. ഒരാണും പെണ്ണും അല്ല, 2 സ്ത്രീകൾ തമ്മിൽ കല്യാണം കഴിക്കും. എന്നിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ, അതിൽ ഏതെങ്കിലും ഒരു സ്ത്രീയെ അവരുടെ വിഭാഗത്തിലുള്ള ഏതെങ്കിലും ഒരു പുരുഷൻ പ്രഗ്നൻ്റ് ആക്കും. എന്നിട്ട് ആ കുട്ടിയെ ഈ 2 സ്ത്രീകളും ചേർന്ന് വളർത്തുന്നു എന്നാണ് പറയുന്നത്. അത് എന്തുകൊണ്ട് നടക്കുന്നുള്ളതിന് പല കാരണങ്ങളും ഉണ്ടായിരിക്കാം. അതേപോലെ തന്നെ നേറ്റീവ് അമേരിക്കൻസിൻ്റെ ഇടയിൽ, അവരെ പ്ലെയിൻ ഇന്ത്യൻസ് എന്നാണ് വിളിക്കുന്നത്. നേറ്റീവ് അമേരിക്കൻസ്, അമേരിക്കയുടെയും കാനഡയിലെയും പ്ലെയിൻസിൽ ജീവിക്കുന്ന ചില നേറ്റീവ് അമേരിക്കൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് പുരുഷന്മാരും ട്രാൻസ് വെസ്റ്റൈറ്റ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച്. ട്രാൻസ് വെസ്റ്റൈറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
അവരുടെ ഓപ്പോസിറ്റ് സെക്സിനെ പോലെ പെരുമാറുക എന്നല്ല, ഓപ്പോസിറ്റ് സെക്സിന്റെ വസ്ത്രം ധരിക്കുന്ന അങ്ങനത്തെ ഗ്രൂപ്പിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഈ മാരേജ് എന്ന് പറയുന്നത് അത്ര യൂണിവേഴ്സൽ കാര്യമൊന്നുമല്ല, ഇത് പല സ്ഥലങ്ങളിലും പല രീതിയിലാണ്. പിന്നെ ലേവി-സ്ട്രോസിന്റെ പല കാര്യങ്ങളും തെറ്റാണ് എന്ന് ഷ്നീഡറിനെയും ബൂണിനെയും പോലെയുള്ളവർ ക്രിട്ടിസൈസ് ചെയ്തിരുന്നു. ഇപ്പോൾ ലേവി-സ്ട്രോസ് മാരേജിനും റീപ്രൊഡക്ഷനും ഒരുപാട് എംഫസൈസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മാത്രം കാണാൻ പാടില്ല എന്നൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ആള് ജാക്ക് ഗുഡി. ജാക്ക് ഗുഡി ഇത്രയും നേരം പറഞ്ഞ ആളുകളിൽ നിന്നെല്ലാം വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഡിഫറൻ്റ് ആയിട്ടുള്ള ആളെന്ന് വെച്ചാൽ ഏറ്റവും സിമ്പിളായിട്ട് പറയാം, നേരത്തെ പറഞ്ഞ മോർഗൻ്റെയും ലെവി-സ്ട്രോസിൻ്റെയും റാറ്റ്ക്ലിഫ് ബ്രൗണിൻ്റെയും എല്ലാം തിയറീസിനെ നന്നായിട്ട് ക്രിട്ടിസൈസ് ചെയ്താൽ ഇതൊന്നും ശരിയല്ല, അല്ലെങ്കിൽ ഒരു 19th സെഞ്ചുറി 20th സെഞ്ചുറിയിൽ ഉണ്ടായിട്ടുള്ള പല സ്റ്റഡീസിനെയും ഒരുപാട് വിമർശിച്ച പല തെറ്റുകളും ചൂണ്ടിക്കാണിച്ച ഒരാളാണ് ഇദ്ദേഹം. 1990 എഴുതിയിട്ടുള്ള ഒരു വർക്കാണ് ദി ഓറിയന്റൽ, ദി ആൻഷ്യന്റ് ആൻഡ് ദി പ്രിമിറ്റീവ്. 1990 ഇതിൽ അദ്ദേഹം സ്റ്റഡി ചെയ്ത് പ്രധാനമായിട്ടും യുറേഷ്യയിലെ പ്രീ ഇൻഡസ്ട്രിയൽ സൊസൈറ്റികളെയും അതേപോലെ തന്നെ ഓറിയന്റ്, ചൈന, ടിബറ്റ്, ശ്രീലങ്ക, ഇന്ത്യ, മിഡിൽ ഈസ്റ്റിൻ്റെ ചില ഭാഗങ്ങൾ, ഇവിടെയൊക്കെ കുറിച്ചാണ് അദ്ദേഹം സ്റ്റഡി നടത്തിയത്. കൂടി ഈ പറഞ്ഞ പോലെ തന്നെ മറ്റ് പലരുടെയും സ്റ്റഡീസിനെ ചാലഞ്ച് ചെയ്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നല്ല, വേറെയും കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയ കാര്യങ്ങൾ പലതും ഉണ്ട് എന്ന് പറഞ്ഞ് കൊണ്ട് ഇത്തരം വിഭാഗങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ ഇത്തരം സ്ഥലങ്ങളിലാണ് സ്റ്റഡീസ് നടത്തിയത്. ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 19th 20th സെഞ്ചുറികളിലെ ഈ ആന്ത്രോപോളജിസ്റ്റുകൾക്ക്, ലെവി-സ്ട്രോസ് ആയിക്കോട്ടെ, മോർഗൻ ആയിക്കോട്ടെ, അതുപോലെ ഇവർക്കെല്ലാം ഒരു കോമൺ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഈസ്റ്റേൺ ഭാഗം, ഒരു വെസ്റ്റേൺ പെർസ്പെക്റ്റീവ് കഴിഞ്ഞിട്ടുള്ള ഒരു ഈസ്റ്റ്, മറ്റ് ഭാഗങ്ങളെല്ലാം കുറച്ച് പ്രിമിറ്റീവാണ്, അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ പൊതുവേ ശരിയല്ല, അത് കുറച്ച് റിഗ്രസീവാണ്. വെസ്റ്റേൺ പെർസ്പെക്റ്റീവിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ വളരെ മോശമാണ് എന്നൊരു പ്രീ കൺസീവ്ഡ് നോഷൻ അവർക്കുണ്ടായിരുന്നു. അതങ്ങനെയൊക്കെ തെറ്റാണ്, അങ്ങനെയൊന്നും അല്ല, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് ഫുൾ ശരിയാണെന്ന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് ജാക്ക് ഗുഡി പറഞ്ഞത്. കാര്യം ജാക്ക് ഗുഡി സ്റ്റഡി ചെയ്ത് ഈ ഏരിയയിൽ തന്നെയാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് കൃത്യമായിട്ട് പറയാൻ കഴിയും എന്താണ് ശരി എന്താണ് തെറ്റെന്ന്. ഇദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും ആദ്യം പറഞ്ഞു, ലെവി-സ്ട്രോസ് പറഞ്ഞു എന്ത്, സ്ത്രീകളെ, അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിളായിരുന്നു പ്രിൻസിപ്പിൾ ഓഫ് എക്സ്ചേഞ്ച് ഓഫ് വിമൻ എന്ന് പറയുന്നത്. സ്ത്രീകളെ ഒരു കമ്മോഡിറ്റി ആയിട്ട് കാണാൻ പാടില്ല, ജസ്റ്റ് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു അവകാശങ്ങളോ താല്പര്യങ്ങളോ ഒന്നുമില്ല. സ്ത്രീയാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിപ്പിച്ചു വിടുന്നു, കുട്ടികളുണ്ടാവുന്നു, അവരെ സൊസൈറ്റിയെ ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്നു, ആ ഒരു രീതിയിൽ മാത്രം നോക്കിക്കാണാതെ അവർക്കും സ്വന്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അവർ ജസ്റ്റ് ഒരു ഫാമിലിക്കോ അല്ലെങ്കിൽ മാരേജിനോ വേണ്ടി മാത്രം ജീവിക്കുന്ന വസ്തുക്കളല്ല, അങ്ങനെ വസ്തുവായിട്ട് അവരെ കൺസിഡർ ചെയ്യരുത് പോലെയുള്ള കാര്യമാണ് ഇദ്ദേഹം എടുത്തു പറഞ്ഞത്. അതേപോലെ തന്നെ ഈ ഈസ്റ്റ് ഭാഗങ്ങളിൽ, അതായത് ചൈന, ഇന്ത്യ, മിഡിൽ ഈസ്റ്റ് ഭാഗങ്ങളിലെല്ലാം എന്താണ്, പാട്രിലീനിയലാണ് സൊസൈറ്റി എന്നുണ്ടെങ്കിൽ പോലും, അതായത് പുരുഷനാണ് ലീനിയേജ് പിന്തുടർന്ന് വരുന്നതെന്നുണ്ടെങ്കിൽ പോലും സ്ത്രീകൾക്ക് അവരവരേതായിട്ടുള്ള പ്രാധാന്യം ഉണ്ടായിരുന്നു. വെസ്റ്റേൺ തിങ്കേഴ്സ് പറഞ്ഞത്, വെസ്റ്റേൺ പെർസ്പെക്റ്റീവിൻ്റെ പല ആളുകളും പറഞ്ഞത്, ഈസ്റ്റിലെല്ലാം കല്യാണം കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് സ്വന്തം വീടുമായി പിന്നെ യാതൊരു ബന്ധവുമില്ല, അതേപോലെ വരുന്ന വീടിലും അവർക്ക് വലിയ പ്രാധാന്യമില്ല, കാര്യം അവരവിടെ ജനിച്ചു വളർന്നവരല്ല, അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെയല്ല ഇവിടെയല്ല ഒരു എക്സ്റ്റൻഷ്യൽ ക്രൈസിസ് വരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അങ്ങനെയൊന്നല്ല, അവർക്ക് സ്വന്തം വീടുമായിട്ട് ഇപ്പോഴും ടൈസ് ഉണ്ട്, വന്നു കയറുന്ന വീടിലും അവർക്ക് അവരവരേതായിട്ടുള്ള എന്തുണ്ട്, ഒരു സ്റ്റാറ്റസും പദവിയും ഒക്കെ ഉണ്ട് എന്നാണ് ഇദ്ദേഹം വാദിച്ചത്. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്, ഈസ്റ്റിലെ കാര്യങ്ങൾ പക്കാ ശരിയാണെന്നൊന്നും ഇയാൾ പറഞ്ഞില്ല. ഇവിടെയും എന്തുണ്ട്, പാട്രിയാർക്കി ഉണ്ട്, അല്ലെങ്കിൽ പാട്രിലിനിയൽ സിസ്റ്റം ഉണ്ട്, ജെൻഡർ ഇൻഇക്വാലിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ അദ്ദേഹം സമ്മതിച്ചു. പക്ഷേ വെസ്റ്റേൺ തിങ്കേഴ്സ് പലരും ഇതിനെക്കുറിച്ച് ഊതിപ്പെരുപ്പിച്ച് കാണിച്ചു, അല്ലെങ്കിൽ ഗ്രൗണ്ട് റിയാലിറ്റി അറിയാതെ ജനറലൈസ് ചെയ്ത് കുറേ സംസാരിച്ചു എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റഡീസിലൂടെ ജാക്ക് ഗുഡി പറഞ്ഞത്. ഗുഡി പിന്നെയും ലെവി-സ്ട്രോസിനെയും മോർഗനെയും ക്രിട്ടിസൈസ് ചെയ്ത് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കിൻഷിപ്പ് സിസ്റ്റത്തിനെ കുറിച്ച് സ്റ്റഡി ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു സൊസൈറ്റിയിലെ കിൻഷിപ്പ് സിസ്റ്റം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഗവൺമെൻറ് എങ്ങനെയാണ്, അവിടുത്തെ ഡെമോഗ്രാഫിക് സ്ട്രക്ചർ എങ്ങനെയാണ്, അവിടുത്തെ സ്റ്റേറ്റ് എങ്ങനെ, ജുഡീഷ്യറി എങ്ങനെ, റിലീജിയൻ എങ്ങനെ, കാസ്റ്റ് എങ്ങനെ, ഇങ്ങനത്തെ പല ആസ്പെക്ട്സിനെ കുറിച്ചും സ്റ്റഡി ചെയ്യേണ്ടതുണ്ട്. ഇതൊന്നും അറിയാതെ കിൻഷിപ്പ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ആ സ്റ്റഡി എന്താണ്, അർത്ഥവത്താവില്ല, അല്ലെങ്കിൽ പരിപൂർണമാവില്ല, അതൊരു ഇൻകംപ്ലീറ്റ് ആയ സ്റ്റഡി ആണെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇതിനുശേഷം പെലറ്റ്സ് എന്ന് പറയുന്ന ഒരു തിങ്കർ 1995 ഇതിനെ എടുത്ത് ഒന്നും കൂടി എംഫസൈസ് ചെയ്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ജാക്ക് ഗുഡിയും അദ്ദേഹത്തിൻ്റെ അപ്രോച്ചും ഈ ഒരു കിൻഷിപ്പ് സ്റ്റഡീസിന് ഒരു പുതിയൊരു പാത തന്നെയാണ് വെട്ടിക്കൊടുത്തത്, അല്ലെങ്കിൽ പുതിയൊരു വിഷൻ കൊടുത്തു. ഈ ഒരു വിഷൻ വഴി കിൻഷിപ്പിലോട്ട് കാസ്റ്റ്, റിലീജിയൻ, ക്ലാസ് തുടങ്ങിയ എലമെൻറ്റ്സ് കയറി വരുന്നു. ഈ എലമെൻറ്റ്സ് എല്ലാം എങ്ങനെയാണ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നും, അതുപോലെ തന്നെ ഇൻഫാൻറ്റിസൈഡ്, പോളിയാൻഡ്രി, പോളിജിനി, അഡോപ്ഷൻ പോലെയുള്ള പ്രാക്ടീസസും കിൻഷിപ്പ് സ്റ്റഡീസിൻ്റെ ഭാഗമാക്കേണ്ടതാണ് എന്നുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു ഒരു അടിത്തറ ഇട്ട് കൊടുത്തത്, ഒരു ബേസ് ഇട്ട് കൊടുത്തത് ജാക്ക് ഗുഡിയാണ് എന്നാണ് പെലറ്റ്സ് അവകാശപ്പെട്ടത്. ഇനി ഇതിലടുത്ത ആൾ ഡേവിഡ് മുറേ ഷ്നേഡർ. ഇദ്ദേഹം ഒരു അമേരിക്കൻ ആന്ത്രോപോളജിസ്റ്റാണ്. ഇദ്ദേഹത്തിൻ്റെ മെയിൻ വർക്ക് അമേരിക്കൻ കിൻഷിപ്പ്, എ കൾച്ചറൽ അക്കൗണ്ട് എന്നുള്ളതാണ്. 1968 ഇദ്ദേഹം ഒരു അമേരിക്കൻ ആണ് എന്നുകൊണ്ട് തന്നെ ആയിരിക്കാം, ഇപ്പോൾ എന്താണെന്നറിയില്ല, ഇദ്ദേഹത്തിൻ്റെ സ്റ്റഡി എവിടെയായിരുന്നു, നോർത്ത് അമേരിക്കയിലും ബ്രിട്ടനിലും ആയിരുന്നു.
ഈ ഷ്നീഡർ ഇദ്ദേഹത്തിൻ്റെ സ്റ്റഡിയെ ഒരു കൾച്ചറൽ അക്കൗണ്ടിലൂടെയാണ് നോക്കിക്കണ്ടത്. കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, കിൻഷിപ്പ് എന്ന് പറയുന്നത് പൂർണ്ണമായും അല്ലെങ്കിൽ ഒരു പരിധിവരെ ബയോളജിക്കൽ ഡിസെൻറ്റ് വഴി ഉണ്ടാകുന്നതാണ്. കല്യാണം വഴിയോ അല്ലെങ്കിൽ നമ്മൾ ആർക്ക് ജനിക്കുന്നു, ആരുടെ മകനായോ മകളായോ ജനിക്കുന്നു, അതിൻ്റെ ബേസിൽ ഉണ്ടാകുന്നതാണെന്ന് പറഞ്ഞു. പക്ഷെ എന്താണ്, ആ ഒരു ബയോളജിക്കൽ കേസിൻ്റെ കൂടെ തന്നെ അതിനെ ഒരു കൾച്ചറൽ ആസ്പെക്റ്റിലൂടെ കൂടി നോക്കി കാണേണ്ടതുണ്ട്. ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടും കൂടി കിൻഷിപ്പിനെ നോക്കി കാണണം. നമ്മൾ കൾച്ചറൽ സിമ്പിൾസായ ഹോം, ഫാമിലി, ലവ്, ഇതിനെല്ലാം നമ്മൾ ബ്ലഡ് റിലേഷനെയും മാരേജിനെയും വെച്ചുകൊണ്ട് അനലൈസ് ചെയ്യണം. പ്യുവർലി ജനറ്റിക്കൽ, പ്യുവർലി ബയോളജിക്കൽ എന്ന് പറയരുത്. അവിടെ എന്താണ്, കൾച്ചറൽ ആസ്പെക്റ്റിന് കൂടി പ്രാധാന്യം കൊടുക്കണം. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ തന്നെ വിളിച്ചത് എന്ത്, ഒരു കൾച്ചറൽ അക്കൗണ്ട് എന്ന് പറഞ്ഞത്. ഇതിൻ്റെ സ്റ്റഡിയുടെ പേരും അത് തന്നെയാണ്, അമേരിക്കൻ കിൻഷിപ്പ് എ കൾച്ചറൽ അക്കൗണ്ട് എന്ന്. പിന്നെ ഇദ്ദേഹത്തിന് അഭിപ്രായപ്പെട്ട വേറൊരു കാര്യം, അമേരിക്കൻ കിൻഷിപ്പ് സിസ്റ്റം. ഇദ്ദേഹം പറഞ്ഞു അമേരിക്കയിലെ കിൻഷിപ്പ് സിസ്റ്റം എങ്ങനെയുള്ളതാണ്, ഇറ്റ് ഈസ് എ സിംഗിൾ സിസ്റ്റം അക്രോസ് ജെൻഡർ, ക്ലാസ് ആൻഡ് ഓവർ എത്നിക് ഗ്രൂപ്പ്സ്. അമേരിക്കയിലുള്ള കിൻഷിപ്പ് സിസ്റ്റം ഏത് വിഭാഗത്തിലും, അത് ഏത് ക്ലാസ്സിലുള്ളവരായാലും ഏത് കാസ്റ്റ്, ഏത് എത്നിക് ഗ്രൂപ്പിലുള്ളവരായാലും ഒരേപോലെയാണ്, അല്ലെങ്കിൽ അതൊരു സിംഗിൾ സിസ്റ്റമാണെന്ന് ഇദ്ദേഹം പറഞ്ഞത്. ഇദ്ദേഹത്തിനും സ്വാഭാവികമായിട്ട് ഒരുപാട് ക്രിറ്റിസിസം ഉണ്ടായിട്ടുണ്ട്. ഇദ്ദേഹം എന്ത് ചെയ്തു, മാരേജിനെ, അതായത് കിൻഷിപ്പിനെ ഡിവോഴ്സ്, സെക്ഷുവാലിറ്റി, ഹൗസ് ഹോൾഡ് ഓർഗനൈസേഷൻ പോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഡീലിംഗ് ചെയ്തു, എടുത്തു മാറ്റിയാണ് സ്റ്റഡി ചെയ്തത്. അതിനെല്ലാം ഒരുപാട് പേര് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത്രയും കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഇത്രയും തിങ്കേഴ്സിൻ്റെ കാര്യങ്ങളാണ് വെസ്റ്റേൺ പെർസ്പെക്റ്റീവിൽ വരുന്നത്. ഇനി ഈ വെസ്റ്റേൺ പെർസ്പെക്റ്റീവ്സിൽ നിന്ന് ഇൻസ്പയർഡ് ആയി, അല്ലെങ്കിൽ വെസ്റ്റേൺ പെർസ്പെക്റ്റീവിലെ സ്റ്റഡികളെല്ലാം നോക്കി മനസ്സിലാക്കി അതിൽ നിന്നുള്ള ചില പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ത്യയിലെ സ്റ്റഡീസ് പ്രധാനമായും നടന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യ നമുക്കറിയാം ഒരു ഡൈവേഴ്സ് നാഷൻ ആയതുകൊണ്ട് തന്നെ അവിടെ ജസ്റ്റ് നമ്മൾ ക്ലാസ് എന്നോ അല്ലെങ്കിൽ എത്നിസിറ്റി എന്നുള്ള ഒന്നോ രണ്ടോ ടേംസ് മാത്രം യൂസ് ചെയ്താൽ പോരാ. നമുക്കിവിടെ കാസ്റ്റ് ഉണ്ട്, റിലീജിയൻ ഉണ്ട്, ഓരോ വില്ലേജിലും കിൻഷിപ്പ് മാറി മാറി വരും, ഓരോ കാസ്റ്റിലും കിൻഷിപ്പും ഫാമിലിയും മാരേജും ഡിഫറെൻ്റ് ആയി വരും. അപ്പോൾ എന്താണ്, കുറച്ചുകൂടി എക്സ്ക്ലൂസീവായിട്ട് ഓരോന്നും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് വേണ്ടത് എന്നാണ് ഇന്ത്യൻ തിങ്കേഴ്സ് പറഞ്ഞത്. ഇന്ത്യൻ പെർസ്പെക്റ്റീവ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നതും അങ്ങനത്തെ ഒരു അനാലിസിസിലാണ്. ഇതിലെ പ്രധാനപ്പെട്ട ആളുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗുരേ, ശ്രീനിവാസ്, കപ്പാഡിയ, ഐരാവതി കാർവെ ഇവരൊക്കെയാണ്. അപ്പോൾ ഇവരെല്ലാവരും സ്റ്റഡി ചെയ്തത് ഒരു വില്ലേജ് ലെവൽ അല്ലെങ്കിൽ ഒരു കാസ്റ്റ് ലെവൽ, ഒരു പ്രത്യേക വിഭാഗത്തിനെടുത്ത് സ്റ്റഡി ചെയ്താണ് ഇദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കിയത്. നമ്മുടെ തിങ്കേഴ്സ് മെയിനായിട്ട് ഇൻസ്പയർഡ് ആയത് മെൽനോസ്കിയിലെയും റിവേഴ്സിനെയും പോലെയുള്ള വെസ്റ്റേൺ ആന്ത്രോപോളജിസ്റ്റുകളിൽ നിന്ന് തന്നെയായിരുന്നു. ഇനി ഇന്ത്യൻ തിങ്കേഴ്സിനെ ഓരോരുത്തരെയും നോക്കുമ്പോൾ ആദ്യത്തെ ആൾ GS ഗുരെ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകമാണ് 1955 പബ്ലിഷ് ചെയ്ത ഫാമിലി ആൻഡ് കിൻ ഇൻ ഇൻഡോ യൂറോപ്യൻ കൾച്ചർ എന്ന് പറയുന്നത്. ഈ ടേം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരു കമ്പാരിസൺ ആണ് അദ്ദേഹം നടത്തിയത്. ഇൻഡോ ആര്യൻ കൾച്ചർ, ഗ്രീക്ക് കൾച്ചർ, ലാറ്റിൻ കൾച്ചർ, ഈ 3 സാംസ്കാരിക ഇടങ്ങളിലും എങ്ങനെയാണ് കിൻഷിപ്പ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഈ 3 സ്ഥലങ്ങളിലെയും കിൻഷിപ്പ് ടെർമിനോളജീസ് തമ്മിലുള്ള ബന്ധം എന്താണ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലൂടെ മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ പുസ്തകത്തിലൂടെ ആളുകളെ മനസ്സിലാക്കിക്കാൻ വേണ്ടി ശ്രമിച്ചത്. ഇദ്ദേഹത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇദ്ദേഹം ഫോളോ ചെയ്ത അപ്രോച്ച് ഒരു ഇൻഡോളജിക്കൽ അപ്രോച്ചാണ്. അത് ഫീൽഡ് സ്റ്റഡിയോ പ്രൈമറി ഡാറ്റ കളക്ഷനോ ഒന്നുമല്ല, മറിച്ച് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന പുസ്തകങ്ങളെയും, അതിപ്പോൾ റിലീജിയസ് ടെക്സ്റ്റ് ആവാം, മറ്റേ ലിറ്ററേച്ചർ ഫിക്ഷൻ പോലത്തെ കാര്യങ്ങളാവാം, അല്ലെങ്കിൽ ലീഗൽ ടെക്സ്റ്റുകളാവാം, അങ്ങനെ എന്തോ ആവാം, ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന പുസ്തകങ്ങളെ വെച്ച് ഒരു അനാലിസിസ് നടത്തി അതിൽ നിന്നാണ് അദ്ദേഹം തൻ്റെ സ്റ്റഡീസ് എല്ലാം നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ എഴുതിയതും എന്ത് രീതിയിലാണ്, ഈ ഒരു ഇൻഡോളജിക്കൽ അപ്രോച്ചിലാണ്. 1972 വന്ന 2 ബ്രാഹ്മണിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഗോത്ര ആൻഡ് ചരണ എന്ന പുസ്തകവും അദ്ദേഹം ഇതേ അപ്രോച്ചിൽ എഴുതിയതാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ പാത പിന്തുടർന്നുകൊണ്ട് വേറെയും ഒരുപാട് തിങ്കേഴ്സ് വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ആളായിരുന്നു KM കപ്പാഡിയ എന്ന് പറയുന്നത്. കപ്പാഡിയം ഒരു പുസ്തകം എഴുതി, അത് 1947 കിൻഷിപ്പ് എന്നായിരുന്നു അതിൻ്റെ പേര്. അതിലും എന്ത് രീതിയിലാണ് അദ്ദേഹം ചെയ്തത്, ഇതേപോലെ തന്നെ കുറച്ച് ബ്രാഹ്മണിക്കൽ ടെക്സ്റ്റുകളെ എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ ബേസിലാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ന കാര്യങ്ങൾ ഇന്ന രീതിയിലാണ് വരുന്നതെന്ന്. അദ്ദേഹവും ഫീൽഡ് സ്റ്റഡി ഒന്നും നടത്തിയിരുന്നില്ല ആ പുസ്തകത്തിന്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്ത പുസ്തകത്തിൽ, അതിൻ്റെ പേര് മാരേജ് ആൻഡ് ഫാമിലി ഇൻ ഇന്ത്യ 1955 എന്നായിരുന്നു. 1955 ആ പുസ്തകം വന്നത്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു എന്ത്, ഒരു സ്റ്റഡി നടത്തുമ്പോൾ ഫീൽഡ് സ്റ്റഡി വളരെ അത്യാവശ്യമാണ്. അതായത് പ്രൈമറി ഡാറ്റ കൊണ്ട് കിട്ടുന്നൊരു ഉപയോഗം, അല്ലെങ്കിൽ പ്രൈമറി ഡാറ്റയുടെ ഒരു അഭാവം ഉണ്ടെങ്കിൽ ഒരു സ്റ്റഡിയും കംപ്ലീറ്റ് ആവില്ല. അതേപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റഡികളിലെല്ലാം ട്രൈബ്സിനെ കുറിച്ചും മുസ്ലിംസിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ കുറവായിരുന്നു, അല്ലെങ്കിൽ ഏറെക്കുറെ ഇല്ല എന്ന് തന്നെ പറയാം. അത് ഇതിൻ്റെ ഒരു വലിയ ഷോർട്ട് കമ്മിങ് ആണ് എന്നാണ് ഇദ്ദേഹം അഭിപ്രായപ്പെട്ടത്. അടുത്ത ആൾ ഐരാവതി കാർവെ. ഐരാവതി കാർവെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ, അല്ലെങ്കിൽ വളരെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി നടത്തിയിട്ടുള്ള ഒരാളാണ്. ഇദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയെ 4 സോണാക്കി. ഒന്ന് നോർത്ത് സോൺ, പിന്നെ ഒന്ന് സൗത്ത് സോൺ, പിന്നെ ഇടയിൽ വരുന്ന സെൻട്രൽ സോൺ, പിന്നെ ഈസ്റ്റ് സോൺ.
ഈ 4 സോണുകളെയും ഓരോ സോണായിട്ട് എടുത്ത് സ്റ്റഡി നടത്തി. നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോ വില്ലേജും മാറ്റം ഉണ്ടെങ്കിൽ ഓരോ സോണ് തമ്മിൽ ഭീകരമായ മാറ്റം ഉണ്ടാവും. ഈ മാറ്റത്തിന് അറിയാൻ വേണ്ടി ഓരോ സോണും എടുത്ത് സ്റ്റഡി നടത്തി. അപ്പോൾ നോർത്ത് സോണിൽ സ്റ്റഡി ചെയ്തപ്പോൾ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ജനറേഷനും നമ്മുടെ ഒരു ഇമ്മീഡിയറ്റ് 3 ജനറേഷനുള്ള ആളുകൾക്ക് വേണ്ടി ഓരോ ടേംസ് ഉണ്ടായിരിക്കും. അതേപോലെ ഒരു ജനറേഷനിലെ ആൾക്ക് ഉപയോഗിക്കുന്ന ടേം വേറൊരു ജനറേഷനിൽ ഉപയോഗിക്കില്ല എന്നും പറഞ്ഞു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് പെട്ടെന്ന് നമ്മുടെ അച്ഛൻ ആരാണ് നമുക്കറിയാം, നമ്മുടെ അച്ഛൻ്റെ അച്ഛൻ ആരാണ് നമുക്കറിയാം, നമുക്കൊരു മകനുണ്ട്, മകൻ ആരാണ്, മകൻ്റെ മകനുണ്ടെങ്കിൽ അതാരാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമുക്കൊരു ഇമ്മീഡിയറ്റ് 3 ജനറേഷൻ അറിയുന്നുണ്ടായിരിക്കും. അതിൻ്റെ മുകളിലേക്കുള്ള കാര്യങ്ങളെക്കുറിച്ച് അത്ര ഐഡിയ പെട്ടെന്ന് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതേപോലെ തന്നെ ഇദ്ദേഹം മെയിനായിട്ട് പറഞ്ഞത് നമ്മുടെ ഇമ്മീഡിയറ്റ് 3 ജനറേഷനിലെ നമ്മൾ ഏത് ടേംസ് വെച്ച് വിളിക്കുന്നു, അച്ഛൻ, മുത്തശ്ശൻ, മകൻ, കൊച്ചുമകൻ അല്ലെങ്കിൽ മുതുമുത്തശ്ശൻ, അങ്ങനെയുള്ള ചില ജനറേഷൻ ഇമ്മീഡിയറ്റ് 3 ജനറേഷൻ നമുക്ക് ടേംസ് ഉണ്ടായിരിക്കും. അതിനപ്പുറത്തേക്ക് എന്താണ് ടേംസ് ഇല്ല, അല്ലെങ്കിൽ പ്രൈമറി ടേംസ് 3 ജനറേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നും ഈ ടേംസ് ഒരിക്കലും മാറ്റാൻ പറ്റില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഇത് ഒരു ജനറേഷനിലെ ടേം വേറെ ജനറേഷനെ വിളിക്കാൻ പറ്റില്ല, അത്രയേ ഉള്ളൂ. പിന്നെ ഇദ്ദേഹം പ്രധാനപ്പെട്ട വേറൊരു റൂളും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അവോയ്ഡൻസ് ഓഫ് ഗോത്ര എന്നുള്ളതാണ്. പ്രധാനമായും ഇന്ത്യയിലെ ബ്രാഹ്മിൺസിൻ്റെ ഇടയിലും അപ്പർ കാസ്റ്റിൻ്റെ ഇടയിലും അവരെന്ത് ചെയ്യുമായിരുന്നു, അവരുടെ ചില ഗോത്രങ്ങളെ അവോയ്ഡ് ചെയ്യുന്ന ഒരു കേസിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് ലോവർ കാസ്റ്റിൻ്റെ ഇടയിലും ഉണ്ടായിരുന്നു, പക്ഷേ കൂടുതലും പറഞ്ഞത് എവിടെയാണ്, ബ്രാഹ്മിൺസിൻ്റെയും ഹയർ കാസ്റ്റിൻ്റെ ഇടയിൽ ആയിരുന്നു. ഇതിനെ അദ്ദേഹം 4 ഗോത്ര റൂൾ അല്ലെങ്കിൽ 4 ശാസൻ റൂൾ എന്നാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഇനി സെൻട്രൽ സോൺ നമുക്കറിയാം, നോർത്തും സെൻട്രലും ജോഗ്രഫിക്കലി അടുത്തടുത്താണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും തമ്മിൽ ചില സിമിലാരിറ്റീസ് ഉണ്ട്. ചില കാര്യങ്ങൾ ഏറെക്കുറെ സെയിം ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഓരോ ജനറേഷനിലുള്ള ആളുകൾക്കുള്ള ടേംസ്, ജനറേഷൻ മുകളിലുള്ള ആളുകൾ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നു, ഏജിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു പോലെയുള്ള കാര്യങ്ങൾ നോർത്തിലുള്ള പോലെ സൗത്തിലും നടന്നിരുന്നു. അതേപോലെ സെൻട്രലിൽ നടന്നിരുന്നു. സെൻട്രലിൽ അദ്ദേഹം മനസ്സിലാക്കിയ വേറൊരു കാര്യമാണ് എന്തിനെക്കുറിച്ച്, മാരേജിനെ കുറിച്ച്. മാരേജ് എക്സോഗമസ് ആയിരുന്നു. അതെ, നമ്മൾ മാരേജ് ചെയ്യുമ്പോൾ നമ്മുടെ ക്ലാനിലുള്ള ഒരാളെ മാരേജ് ചെയ്യില്ല, അല്ലെങ്കിൽ നമ്മുടെ ലീനിയേജിന് പുറത്തുള്ള ഒരാളെ മാരേജ് ചെയ്യുക, അങ്ങനത്തെ ഒരു എക്സോഗമിയെക്കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കി. പക്ഷെ അതിനും എന്താണ് ചില എക്സെപ്ഷണൽ കേസസ് ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഗുജറാത്തിലുള്ള ചില കമ്മ്യൂണിറ്റീസ്, ചില ഗ്രൂപ്പ്സ് മദറിൻ്റെ ബ്രദറുമായിട്ട് കല്യാണം നടത്തിയിരുന്നു. മാമ എന്നാണ് ഇയാളെ വിളിക്കുന്നത്. അതേപോലെ ലെവറേറ്റ് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരാൾ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ വൈഫിനെ ഈ മരിച്ച ആളുടെ സഹോദരൻ കല്യാണം കഴിക്കുന്ന സിസ്റ്റം ഉണ്ടായിരുന്നു. ഇതൊന്നും എക്സോഗമസ് അല്ല. പക്ഷെ എന്താണ്, ചില എക്സെപ്ഷണൽ കേസസ് എന്ന് പറയുന്ന പോലെ ഇങ്ങനത്തെ കാര്യങ്ങളും സെൻട്രൽ സോണിൽ ഗുജറാത്ത് ഏരിയാസിൽ നിലനിന്നിരുന്നു. അതേപോലെ മറാത്ത ഭാഗങ്ങളിലുള്ള ചില കാസ്റ്റ് ഗ്രൂപ്പ്സ്, ഇപ്പോൾ മറാത്താസ്, കുൻബീസ്, ഇവരെല്ലാം ഡൗറി ബ്രൈഡ് പ്രൈസും ഫോളോ ചെയ്തിരുന്നു. ഡൗറി എന്ന് വെച്ചാൽ സ്ത്രീധനം. ബ്രൈഡ് പ്രൈസ് എന്ന് പറയുന്നത് കല്യാണം നടത്താൻ വേണ്ടി പുരുഷൻ അങ്ങോട്ട് കൊടുക്കുന്ന പൈസയാണ്, ബ്രൈഡ് പ്രൈസ് എന്ന് പറയും. ഇത് രണ്ടും സൈമൾട്ടേനിയസ്ലി ഒരേ സമയം ഒരു സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്തിരുന്നു. അതേപോലെ തന്നെ ഇദ്ദേഹം എടുത്തു പറഞ്ഞ കാര്യമാണ് മഹാരാഷ്ട്രയിലെ കിൻഷിപ്പ് ഓർഗനൈസേഷനിൽ നോർത്തിൻ്റെയും സൗത്തിൻ്റെയും ഇൻഫ്ലുവൻസ് വ്യക്തമായിട്ട് കാണാൻ കഴിയും. പക്ഷേ കൂടുതലും വരുന്നത് നോർത്ത് ഇന്ത്യ ആണെന്ന് പറയാം. കാര്യം രണ്ടിൻ്റെ ഇടയിലാണല്ലോ കിടക്കുന്നത്, അപ്പോൾ രണ്ടും തമ്മിലൊരു കണക്ഷൻ ഇല്ലാതിരിക്കില്ല. പക്ഷേ കൂടുതലും നോർത്ത് നിന്നായിരുന്നു. ഇനി സൗത്ത് സോണിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഡിഫറൻ്റ് ആണ്. നോർത്തിലും സെൻട്രലിലും പറഞ്ഞ പല കാര്യങ്ങളും എവിടെയില്ല, സൗത്തിലില്ല. സൗത്ത് വളരെ കോംപ്ലക്സ് ആയിരുന്നു. അദ്ദേഹം സൗത്തിലുള്ള എസ്പെഷ്യലി കേരളത്തിലെ നായർ സമുദായത്തിൽ നിലനിന്നിരുന്ന പാട്രിലിനിയൽ സിസ്റ്റത്തിനെ കുറിച്ചും പാട്രിലോക്കൽ സിസ്റ്റത്തിനെ കുറിച്ചും, നായർമാരുടെ ഇടയിലെ മാട്രിലോക്കൽ സിസ്റ്റം, അതേപോലെ സൗത്തിലെ മറ്റ് ഭാഗങ്ങളിലുള്ള പാട്രിലോക്കൽ സിസ്റ്റത്തിനെ കുറിച്ച് പഠനം നടത്തിയിരുന്നു. പാട്രിലീനിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീനിയേജ് ഫോളോ ചെയ്യുന്നത് പുരുഷൻ്റെ അല്ലെങ്കിൽ അച്ഛൻ്റെ വഴിയിലൂടെ ആയിരിക്കും. മാട്രിലീനിയൽ ഇപ്പോൾ നായർ തറവാട് സമുദായങ്ങൾ ഉണ്ടായിരുന്ന കാര്യമാണ്, ലീനിയേജ് ഫോളോ ചെയ്യുന്നത് അമ്മയുടെ വഴിയിലൂടെ ആയിരിക്കും. പാട്രിലോക്കൽ താമസിക്കുന്നത് അച്ഛൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ പുരുഷൻ്റെതായിട്ട്. മാട്രിലോക്കലാവുമ്പോൾ അമ്മയുടെ റെസിഡൻസിൽ താമസിക്കുന്ന കേസ്. അപ്പോൾ ഈ 2 കാര്യങ്ങളും സൗത്തിൽ ഒരേ സമയം എക്സിസ്റ്റ് ചെയ്തിരുന്നു. മറ്റ് പല ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന് അദ്ദേഹം എക്സാമ്പിളായിട്ട് പറഞ്ഞത് കേരളത്തിലെ നായർ സമുദായത്തെക്കുറിച്ചാണ്. ഇനി ഇദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം മാരേജുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ക്രോസ് കസിൻ മാരേജ് സൗത്ത് ഇന്ത്യയിലുണ്ട്. നമ്മുടെ അച്ഛൻ്റെ പെങ്ങളുടെ മകളെ കല്യാണം കഴിക്കുന്നു, അല്ലെങ്കിൽ അമ്മയുടെ സഹോദരൻ്റെ മകളെ കല്യാണം കഴിക്കുന്നു. ഈ ഒരു ക്രോസ് കസിൻ മാരേജ് എവിടെയുണ്ട്, സൗത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നു. ഇതിന് ചില എക്സെപ്ഷണൽ കേസസ് ഉണ്ടായിരിക്കാം. അതിപ്പോൾ ഒറ്റ രീതിയിൽ മാത്രമാവില്ല, 2 രീതിയിലുള്ള കല്യാണങ്ങൾ ഉണ്ടാവാം. എന്നാൽ പോലും സൗത്തിൽ പ്രധാനമായും ക്രോസ് കസിൻ മാരേജ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യവും ഇദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഈസ്റ്റേൺ സോണിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു കോമ്പിനേഷനാണ്. ആരുടെ കോമ്പിനേഷൻ? ഓസ്ട്രോ ഏഷ്യാറ്റിക് ട്രൈബ്സിൻ്റെ ഒരു കോമ്പിനേഷനാണ് അവിടെ വരുന്നത്. അവിടെ പാട്രിലോക്കൽ ഫാമിലീസ് ഉണ്ട്. അത് മെയിനായിട്ടും മുണ്ടാരി ഭാഷ സംസാരിക്കുന്ന വിഭാഗങ്ങളുടെ ഇടയിലാണ്. ഇപ്പോൾ ഹോ ആൻഡ് സാന്താൾ ഈ 2 ഗ്രൂപ്പ്സും എന്ത് ചെയ്തിരുന്നു, ക്രോസ് കസിൻ മാരേജ് ഫോളോ ചെയ്തിരുന്നു. പക്ഷേ ആ ക്രോസ് കസിൻ മാരേജ് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ അച്ഛൻ മരിച്ചു പോകണം.
ഇപ്പം നമ്മൾ നമ്മുടെ അമ്മാവൻ്റെ മകളെ കല്യാണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അമ്മാവൻ മരിച്ചാലേ കല്യാണം നടത്താൻ പാടുള്ളൂ. അതേപോലെ നമ്മൾ നമ്മുടെ അച്ഛൻ്റെ സഹോദരിയുടെ മകളെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ആ സഹോദരി മരിച്ചു പോകണം. മരിച്ചതിന് ശേഷം കല്യാണം കഴിക്കാം, ജീവിച്ചിരിക്കുന്നവരെ പാടില്ല എന്ന് പറയുന്നത്. അപ്പോൾ അവരെ കല്യാണം കൊണ്ട് മറ്റ് പല കാര്യങ്ങളും ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കാം. എന്താണെന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു സിസ്റ്റമാണ് അവിടെ ഇവരുടെ ഇടയിൽ എക്സിസ്റ്റ് ചെയ്തിരുന്നത്. പിന്നെ ഹോ, മുണ്ട പോലുള്ള മറ്റ് ട്രൈബ്സ് എന്താണ്, എക്സോഗമസ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ആണ്. അവരവരുടെ ആ ഒരു ക്ലാനിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ടോട്ടം എന്നൊക്കെ പറയാം, അതിൽ നിന്ന് പുറത്തുള്ള ഒരാളുമായിട്ട് മാത്രമേ വിവാഹം നടത്തിയിരുന്നുള്ളൂ. ഇവിടെയും എന്താണ്, നമ്മൾ കേരളത്തിലെ നായന്മാരുടെ കാര്യം പറഞ്ഞ പോലെ മാട്രിലിനിയൽ സൊസൈറ്റീസ് എവിടെയും എക്സിസ്റ്റ് ചെയ്തിരുന്നു. ഇവിടെയും ഈ ഒരു ഈസ്റ്റേൺ സോണിലും ചില ട്രൈബ്സിനിടയിൽ എക്സിസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ ഇവിടുത്തെ ഒരു ചെറിയ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മാട്രിലിനിയൽ, അതായത് നായർ തറവാട്ടിൽ കല്യാണം കഴിഞ്ഞാൽ താമസിക്കുന്നത് അല്ലെങ്കിൽ അമ്മയുടെ വീട്ടിലാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെയല്ല. ഹസ്ബൻഡും വൈഫും ചേർന്ന് ഒരു ചെറിയ ഹൗസ് സെപ്പറേറ്റ് ആയിട്ടാണ് അവർ താമസിച്ചിരുന്നത്. ഇവരുടെ പ്രോപ്പർട്ടി പോകുന്നത് ആരുടെ അടുത്തേക്കാണ്, ഈ അവരുടെ ഇളയ മകളുടെ അടുത്തേക്കാണ്. നായർ തറവാട്ടിൽ സ്ത്രീയും പുരുഷനും കൂടി ഒരുമിച്ച് സ്ത്രീയുടെ വീട്ടിൽ താമസിക്കുക എന്നല്ല, ഇനി വേറെ കുറച്ച് വശങ്ങൾ വരുന്നുണ്ട്, അതിനി പറഞ്ഞു പോകുന്നുണ്ട്, അടുത്ത യൂണിറ്റിലേക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളെക്കുറിച്ച്, ഇപ്പോൾ ഖാസി ട്രൈബ്സിൽ എക്സോഗമി ഉണ്ട്. പാരലൽ കസിൻസിൻ്റെ മാരേജ് ഒട്ടും അലോഡല്ല. ക്രോസ് കസിൻസിൻ്റെ മാരേജ് ചില കേസിൽ അലോഡാണ്, ഇപ്പോൾ പറഞ്ഞ പോലെ. അങ്ങനെ ആകെ ഒരു മിക്സാണ് എവിടെയുള്ളത്, ഈസ്റ്റേൺ സോണിലുള്ളത്. ഇനി അടുത്ത ആൾ ടി.എൻ. മഥൻ. ടി.എൻ. മഥൻ സ്റ്റഡി നടത്തിയത് കാശ്മീരിലായിരുന്നു. കാശ്മീരി പണ്ഡിറ്റ്സിൻ്റെ ഇടയിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ഉട്രാസു ഉമങ്കിരി എന്ന വില്ലേജിൽ 1957-58 സമയത്താണ് ടി.എൻ. മഥൻ ഒരു സ്റ്റഡി നടത്തിയത്. അദ്ദേഹത്തിൻ്റെ വർക്കിൻ്റെ പേര് ഫാമിലി ആൻഡ് കിൻഷിപ്പ്, എ സ്റ്റഡി ഓഫ് ദി പണ്ഡിറ്റ്സ് ഓഫ് റൂറൽ കാശ്മീർ എന്നുള്ളതായിരുന്നു. ഇത് ഇന്ത്യയിലെ കിൻഷിപ്പ് സ്റ്റഡീസിൻ്റെ ഒരു പയനിയറിംഗ് വർക്കാണെന്ന് പറയാം. നമ്മൾ വേൾഡിലെ പയനിയറിംഗ് വർക്ക് മോർഗൻ്റെ ആണെന്ന് പറഞ്ഞു. ഇവിടെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ അത് ടി.എൻ. മഥൻ്റെ, പ്രൊഫസർ മഥൻ നടത്തിയ ഫാമിലി ആൻഡ് കിൻഷിപ്പ്, എ സ്റ്റഡി ഓഫ് ദി പണ്ഡിറ്റ്സ് ഓഫ് കാശ്മീർ, റൂറൽ കാശ്മീർ എന്ന പഠനമാണ്. ഇവിടെ അദ്ദേഹം ചെയ്തത് അല്ലെങ്കിൽ സ്റ്റഡിയിലൂടെ മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ഡിറ്റ് സമുദായത്തിനെ അല്ലെങ്കിൽ പണ്ഡിറ്റ്സിനെ 2 സബ് കാസ്റ്റുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. മാരേജിൻ്റെ എൻഡോഗമിക്ക് വേണ്ടിയാണ് ഇങ്ങനൊരു സിസ്റ്റം ഉള്ളത് എന്നാണ് പറയുന്നത്. ഈ 2 സബ് കാസ്റ്റുകൾ, ഒന്ന് ഗോർ പിന്നെ ഒന്ന് കാർക്കൂൺ. ഗോർ എന്ന് പറയുന്നത് പ്രധാനമായും പുരോഹിത വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, അതായത് പ്രീസ്റ്റ്, അത്തരത്തിലുള്ള ജോലികൾ ചെയ്തിരുന്നവരാണ് ഗോർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ് കാർക്കൂൺ എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് വർക്കേഴ്സ് എന്ന് ചുരുക്കി വിളിക്കാം. വർക്കേഴ്സാണ് കാർക്കൂണിൽ വരുന്നത്. ഇവരുടെ ഇടയിൽ എന്താ വെച്ചാൽ ഈ 2 സബ് കാസ്റ്റും തമ്മിൽ കല്യാണം കഴിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഗോറിൽ വരുന്ന പ്രീസ്റ്റ് ഇതിൽ വരുന്ന ഒരാൾക്ക് വർക്കറിൽ വരുന്ന ഒരാളെ കല്യാണം കഴിക്കാൻ പറ്റില്ല, തിരിച്ചും പറ്റില്ല. ഇങ്ങനെ ഒരു സംഭവമാണ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. അവിടെ ഉണ്ടായിരുന്നപ്പോൾ എക്സോഗമി അല്ല, എൻഡോഗമിയാണ്. അകത്തുനിന്ന് മാത്രമേ പറ്റൂ, പുറത്തുനിന്ന് കല്യാണം കഴിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇവിടെ വേറൊരു കാര്യം പോയിന്റ് ഔട്ട് ചെയ്ത് എടുത്തു പറയുന്നത് എന്താ വെച്ചാൽ, ഇൻ കേസ് എ ഗുഡ് അലയൻസ് ഈസ് റിസീവ്ഡ് ഫ്രം എ സെയിം ഗോത്ര ഗ്രൂപ്പ്, ദി മദേഴ്സ് ബ്രദർ ഹു ബിലോങ്സ് ടു ഡിഫറെൻറ്റ് ഗോത്ര മേ ഗീവ് അവേ ദി ബ്രൈഡ്, ദസ് ടെക്നിക്കലി സർക്കംവെന്റിംഗ് ദി ഗോത്ര പ്രിൻസിപ്പിൾ. അതായത് നമുക്ക് ഇന്ത്യയിലെ കേസാകുമ്പോൾ നമുക്ക് ഇതിനെ ഗോത്ര എന്ന രീതിയിൽ നോക്കിക്കാണാം. ഗോത്രാചാരങ്ങൾ അല്ലെങ്കിൽ ഗോത്ര എന്ന രീതിയിലാണ് നോക്കിക്കാണുന്നത്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ കാസ്റ്റിൻ്റെ അകത്ത്, സബ് കാസ്റ്റിൻ്റെ അകത്ത് ഒരു എൻഡോഗമി ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഗോറ് കാർക്കുൺ എന്ന് പറഞ്ഞെങ്കിലും ഗോറിൻ്റെ അകത്ത് മറ്റ് പല ഗ്രൂപ്പുകൾ വരുന്നുണ്ട്, കാർക്കുണിൻ്റെ അകത്തും മറ്റ് പല ഗ്രൂപ്പുകൾ വരുന്നുണ്ട്. അപ്പോൾ ഗോറിലെ ഒരു ഗ്രൂപ്പിലുള്ള ആൾ ഒരിക്കലും മറ്റൊരു ഗ്രൂപ്പിലുള്ള, അതിൻ്റെ അകത്ത് തന്നെയുള്ള മറ്റൊരു ഗ്രൂപ്പിലെ ആളുമായിട്ട് എന്ത് ചെയ്തിരുന്നില്ല, കല്യാണം കഴിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെയും ഉണ്ടായിരുന്നത് എന്ത് തന്നെയാണ്, എൻഡോഗമി തന്നെയാണ്. അല്ല, അങ്ങനെയല്ല, തിരിച്ചാണ് വരുന്നത്. അതായത് ഗോറിലെ ആൾക്ക് കാർക്കൂണിലെ ആളെ കല്യാണം കഴിക്കാൻ പറ്റില്ല, പക്ഷേ ഗോറിലെ ഒരു വിഭാഗത്തിൽ വരുന്ന ആൾ ഒരിക്കലും സ്വന്തം ഗ്രൂപ്പിൻ്റെ അകത്തുനിന്ന് കല്യാണം കഴിക്കാൻ പറ്റില്ല, വേറെ ഒരു ഗോറിൽ വരുന്ന ആളെ കല്യാണം കഴിക്കാം, അങ്ങനെയാണ്. പക്ഷേ ഇതിന് ചില എക്സെപ്ഷണൽ കേസസ് വരുന്നു എന്നാണ് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ റെസിപ്രോക്കൽ മാരേജസ് നടന്നിരുന്നു. ഒരു കല്യാണം അങ്ങോട്ട്, ഒരു സ്ത്രീയെ അങ്ങോട്ട് വിടുന്നു, പകരം ഒരു സ്ത്രീയെ ഇങ്ങോട്ട് കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നു. ഇതാണ് റെസിപ്രോക്കൽ സിസ്റ്റം. ഈ റെസിപ്രോക്കൽ സിസ്റ്റം ആരുടെ ഇടയിൽ ഉണ്ടായിരുന്നു, കാശ്മീരി പണ്ഡിറ്റ്സിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. നമ്മൾ ഗോറ് കാർക്കുൺ എന്ന് പറഞ്ഞ പോലെ ചില ടേംസും കൂടി ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ ദി ബേസിക് യൂണിറ്റ് ഓഫ് ഫാമിലി, അതിനെ ഗാര എന്ന് വിളിക്കും, അതിനെ ചൂല എന്നും പറയാറുണ്ട്. ഫാമിലിയിൽ ഗ്രാൻഡ് പാരൻസ് ഉണ്ടാവും, ബ്രദേഴ്സ് ഉണ്ടാവും, അവരുടെ കുട്ടികളുണ്ടാവും. മൂത്ത പുരുഷൻ ആരാണോ, എൽഡസ്റ്റ് സഹോദരൻ ആളാണോ, അയാൾ പേരൻസ് ഇല്ലാത്ത കേസിൽ അയാളായിരിക്കും പ്രധാനപ്പെട്ട തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത്. അതേപോലെ കോട്ടാംപ് എന്നൊരു ടേമും കൂടി പറയുന്നുണ്ട്. അതൊരു ലാർജർ ഗ്രൂപ്പ്, ഒരു എക്സ്റ്റെൻഡഡ് കിനാണ് കോട്ടാംപ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മദൻ പറഞ്ഞത് കോൾ എന്നൊരു കോൺസെപ്റ്റ് കാശ്മീരി പണ്ഡിറ്റ്സിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. ഈ കോൾ കൺസെപ്റ്റാണ് ഇവരുടെ കിൻഷിപ്പ് സ്ട്രക്ചറിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. അതായത് ഇവിടുത്തെ കോള് ഇദ്ദേഹം പറയുന്ന പ്രകാരം പാട്രി ലീനിയലാണ്, അല്ലെങ്കിൽ ഇവിടെ ഉള്ളത് പാട്രി ലീനിയേജ് ആണ്. ലീനിയേജിനെ ഫോളോ ചെയ്യുന്നത് അച്ഛൻ്റെ കിൻവഴിയായിരിക്കും, ഫാദറിൻ്റെ കിൻവഴിയായിരിക്കും. ഇവിടെ വൈഫ്സിന് അവരവരുടേതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും വലിയ റോളൊന്നും അവർക്കില്ല. അവർ ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് ഒക്കെയാണ് ഫാമിലിയിൽ, പക്ഷെ അവർക്ക് അവരുടേതായ വലിയൊരു സ്ഥാനമൊന്നുമില്ല.
പുരുഷൻ തന്നെയായിരുന്നു സുപ്പീരിയർ. അതേപോലെ തന്നെ ഒരാൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അയാളുടെ വൈഫിൻ്റെ ഫാമിലിയെ അയാളുടെ സ്വന്തം ഫാമിലിയായിട്ട് കൺസിഡർ ചെയ്യാനൊന്നും പോകുന്നില്ല. അവർക്ക് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഇന്നീക്വാലിറ്റി എക്സിസ്റ്റ് ചെയ്തിരുന്നു എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയും. അതേപോലെ തന്നെ ഇവിടെ ഒരു പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞു നമ്മൾ കല്യാണം കഴിച്ചാലും ആളുടെ ഫാമിലിയിലെ ആളുകളെ നമ്മൾ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല എന്ന്. പക്ഷേ ആ ഫാമിലിയിലെ ആൾ, നമ്മുടെ വൈഫിൻ്റെ ഫാമിലി കുറച്ച് റിച്ച് ആണെന്നുണ്ടെങ്കിൽ വലിയ വിഷയമൊന്നുമില്ല, റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിന് നോ പ്രോബ്ലം എന്നാണ് പറയുന്നത്. ഇനി മഥൻ ഇവിടെ പറയുന്ന വലിയൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന ഒരു ബയസിനെ കുറിച്ച്. നമ്മൾ നേരത്തെ വൈഫാവുമ്പോഴൊരു വിഷയം പറഞ്ഞു. അതേപോലെ തന്നെ ഈ പണ്ഡിറ്റ്സിൻ്റെ ഇടയിൽ, ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ചില പ്രോവേബ്സ് ഉണ്ടായിരുന്നു. അത് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഫാമിലിക്ക് അത്ര നല്ലതല്ല, കുറച്ച് ദോഷമാണ്, അല്ലെങ്കിൽ ഒരു ദുഃഖമാണ്. ഇതേസമയം പുരുഷനാണെങ്കിൽ, ആൺകുട്ടിയാണെങ്കിൽ അത് സന്തോഷം കൊണ്ടുവരുന്നു. ഇത്തരത്തിലുള്ള ചില പഴഞ്ചൊല്ലുകളും ചില ഫ്രേസസും എല്ലാം ആ സമൂഹത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതേപോലെ സ്ത്രീകളെ ഒരിക്കലും പഠിപ്പിക്കേണ്ട കാര്യമില്ല. അവർ ജസ്റ്റ് പഠിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ്? വീട്ടുജോലികൾ ചെയ്യാനാണ്, കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയാണ്. അങ്ങനത്തെ ചില ആസ്പെക്റ്റിനെ കുറിച്ചും അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അത്തരത്തിലൊരു റിഗ്രസീവ് എന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് അങ്ങനെയാണ് അവിടെ ഫോളോ ചെയ്തിരുന്നതാണ് അദ്ദേഹം സ്റ്റഡിയിലൂടെ മനസ്സിലാക്കിയത്. ഇനി ഇദ്ദേഹം നോക്കിക്കണ്ടത് ഈ സൊസൈറ്റിയുടെ ഇടയിൽ എങ്ങനെയാണ് പ്രോപ്പർട്ടി ഇൻഹെറിറ്റൻസ് ഉണ്ടായിരുന്നത് എന്നാണ്. ഇപ്പോൾ ഒരാൾ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ സ്വത്തുക്കളിലെല്ലാം അവകാശം വരുന്നത് അയാളുടെ മക്കൾക്കാണ്. അയാളുടെ വിധവയ്ക്ക്, അതായത് ഈ മക്കളുടെ അമ്മയ്ക്ക് സ്വത്തിൽ ഒരു അവകാശമില്ല എന്നാണ് പറയുന്നത്. ഇത് കുറച്ച് യുണീക്കായ ഒരു കാര്യമായിരുന്നു മഥനെ സംബന്ധിച്ചിടത്തോളം. ഇതേപോലെ ഒരു കുടുംബത്തിലുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ച് വേറൊരു വീട്ടിലേക്ക് വിടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ പെൺകുട്ടിക്ക്, പിന്നെ ആ സ്ത്രീക്ക് തൻ്റെ ഈ കുടുംബത്തിൽ ഒരു സ്വത്തിലും ഒരു അവകാശമില്ല. ഇതേ സമയം ആ കുട്ടി അല്ലെങ്കിൽ ആ ഒരു സ്ത്രീ കല്യാണം നന്നാവാത്തതുകൊണ്ടോ അല്ലെങ്കിൽ മാരേജ് ഫെയിൽഡ് ആയതുകൊണ്ടോ ഇവരുടെ വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് സ്വത്തിൽ വ്യക്തമായൊരു പങ്കുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ അവരുടെ കുട്ടികൾക്ക് അവകാശമില്ല. ഇപ്പോൾ ഹസ്ബൻഡ് മരിച്ചുപോയി, അതുകൊണ്ട് തിരിച്ചു വിടുമെന്നു, അല്ലെങ്കിൽ ഹസ്ബൻഡുമായിട്ട് പ്രശ്നമായി തിരിച്ചു വന്നു, സ്വത്തുക്കൾക്ക് അവകാശം അവർക്കുണ്ട്, അവരുടെ മക്കൾക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. അതൊക്കെയെല്ലാം ഇതിന് ചില പ്രത്യേകതകളായിരുന്നു. പിന്നെ ഈ കമ്മ്യൂണിറ്റീസിലെല്ലാം മറ്റേണൽ അങ്കിൾ, അമ്മ വഴിയുള്ള ബ്രദറിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പണ്ഡിറ്റ്സിൻ്റെ ഇടയിൽ അച്ഛൻ്റെ സിസ്റ്ററിന് പല ചടങ്ങുകളിലും, അവരുടെ ആചാരപരമായിട്ടുള്ള പല ചടങ്ങുകളിലും അച്ഛൻ്റെ പെങ്ങൾക്ക്, അച്ഛൻ്റെ സിസ്റ്ററിന് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുണ്ട്. ഇപ്പോൾ ഒരു കുട്ടി ജനിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ജന്മമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് ചില ചടങ്ങുകൾ ചെയ്യുമ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ്റെ പെങ്ങൾ കൂടെ തന്നെ നിന്ന്, ഇപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മരത്തിൻ്റെ കൊമ്പ് കത്തിച്ച് കുട്ടിയെ അനുഗ്രഹിക്കുന്ന ഒരു ചടങ്ങ്, ആ കുട്ടി ആണായാലും പെണ്ണായാലും അത് നടത്തേണ്ടത് അച്ഛൻ്റെ പെങ്ങളാണ് എന്ന് പറയുന്നു. അപ്പോൾ സ്ത്രീകൾക്ക് ഇങ്ങനത്തെ ചില പദവികളിൽ, ചില സ്ഥാനങ്ങളെല്ലാം ആചാരപരമായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ പോലും അവിടെ ഇനീക്വാലിറ്റി എക്സിസ്റ്റ് ചെയ്തിരുന്നു, ബയസ് ഉണ്ട് എന്ന് തന്നെയാണ് മഥൻ സ്ഥാപിക്കുന്നത്. ഇനി അടുത്തത് പറയുന്നത് എം.എൻ. ശ്രീനിവാസനെ കുറിച്ചാണ്. എം.എൻ. ശ്രീനിവാസ് ഇന്ത്യൻ ആന്ത്രോപോളജിയിലെ ഒരു പയനിയർ ആണെന്ന് നമുക്ക് പറയാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ എം.എ. തീസിസ് മാരേജ് ആൻഡ് ഫാമിലി എമംഗ് കന്നഡ കാസ്റ്റ് ഇൻ മൈസൂർ 1942 ഇദ്ദേഹം ജസ്റ്റ് കിൻഷിപ്പ് ടെർമിനോളജീസ് മാത്രമല്ല, മാരേജുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു കിൻഷിപ്പിൽ വരാൻ സാധ്യതയുള്ള റിച്വൽസ്, ബ്രൈഡ് പ്രൈസ്, ഡൗറി, ഇതെല്ലാം ചേർന്ന ഒരു ഫാമിലി സ്ട്രക്ചർ എങ്ങനെയാവുന്നു, ഇതിനെക്കുറിച്ചെല്ലാം അദ്ദേഹം സ്റ്റഡി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം കൂർഗിൽ ഒരു വലിയ ഡീറ്റെയിൽഡ് ഫീൽഡ് സ്റ്റഡി നടത്തിയിട്ടുണ്ട്. ആ ഫീൽഡ് സ്റ്റഡിക്ക് അദ്ദേഹം ടൈറ്റിൽ ഇട്ടത് റിലീജിയൻ ആൻഡ് സൊസൈറ്റി എമംഗ് കൂർഗ്സ് എന്നുള്ളതായിരുന്നു. ഇതിൽ അദ്ദേഹം കൂർഗ്സിൻ്റെ ലീനിയേജ് എങ്ങനെ വരുന്നു എന്നുൾപ്പെടെയുള്ള ഡീറ്റെയിൽ ആയിട്ട് പല കാര്യങ്ങളും പറഞ്ഞു പോകുന്നുണ്ട്. ഇദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൂർഗ് ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നത് അവരുടെ ഒരു പരമ്പരാഗതമായ ഒരു തറവാട് വീട് അല്ലെങ്കിൽ അവരുടെ ഒരു ആൻസിസ്ട്രൽ ഹോമിൽ 250 മുതൽ 300 പേര് വരെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. സോ അതൊരു ഫാമിലി എന്നുള്ളതിനപ്പുറത്തേക്ക് അതൊരു വില്ലേജ് തന്നെയാണ് അവരുടെ അകത്ത്. അതേപോലെ ഇവരുടെ റിലീജിയൻ, ബിലീവ്സ്, റിച്വൽസ് ഇതെല്ലാം കുറച്ച് സ്ട്രേഞ്ച് ആണെന്നല്ല, ഇതെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇദ്ദേഹം നോക്കിക്കണ്ടിട്ടുണ്ട്. ഇവർ ഒരു ഭയങ്കര വേദിക്കായിട്ടുള്ള പ്രാക്ടീസസോ അല്ലെങ്കിൽ വേദങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ശീലങ്ങളോ അല്ലെങ്കിൽ ആചാരങ്ങളോ ഒന്നും ഇവരങ്ങനെ ഫോളോ ചെയ്തിരുന്നില്ല. ഇവർ എക്കണോമിക്കലി ആണെങ്കിലും പൊളിറ്റിക്കലി ആണെങ്കിലും വളരെ പവർഫുൾ ആയിരുന്നു എന്നും പറയുന്നു. ഇവരുടെ ആൻസിസ്ട്രൽ പ്രോപ്പർട്ടീനെ വളരെ പവിത്രമായ, പാവനമായ ഒരു സംഭവമായിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. അതേപോലെ തന്നെ ഇവരുടെ ആൻസിസ്ട്രൽ പ്രോപ്പർട്ടിയുടെ അടുത്ത് നമ്മളിപ്പോൾ ഒരു കുടുംബക്ഷേത്രം എന്നൊക്കെ പറയുന്ന പോലെ ഒരു സോക്കാൾഡ് സംഭവം ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു, ഇവരുടെ ആൻസിസ്ട്രൽ പ്രോപ്പർട്ടിക്ക് അകത്ത് ഉണ്ടായിരുന്നു. പിന്നെ കൂർഗ് പ്രധാനമായിട്ടും ഫോളോ ചെയ്യുന്നത് പാട്രി ലീനിയൽ സിസ്റ്റമാണ്. അതായത് ലീനിയേജ് ട്രേസ് ചെയ്യുന്നത് പുരുഷൻ്റെ പാതയിലൂടെ ആയിരിക്കും. അതുപോലെ പാട്രി ലോക്കൽ, ഇവർ മാരേജ് കഴിഞ്ഞാൽ കപ്പിൾ താമസിക്കുന്നത് ഹസ്ബൻഡിൻ്റെ കൂടെയായിരിക്കും. കൂർഗിലെ ബേസിക് യൂണിറ്റ് നമുക്ക് ഒക്ക ആണെന്ന് പറയാൻ കഴിയും. ഒരു ഒക്കയിൽ ഒരു 250 മെമ്പേഴ്സ് ഉണ്ടായിരിക്കും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇതിനെ നമുക്ക് ഒരു ട്രഡീഷണൽ നായർ ഫാമിലി ആയിട്ട്, ഒരു നായർ തറവാടുമായിട്ട് കമ്പയർ ചെയ്യാമെന്ന് പറഞ്ഞു.
അത് പറഞ്ഞത് ആരാണ്? ശ്രീനിവാസ് തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു നമ്മൾ ഒരു കൂർഗിലെ ഒക്ക എന്ന് പറയുന്ന ഒരു ഹൗസ് ഹോൾഡിനെ കേരളത്തിലുള്ള ഒരു നായർ തറവാടിനായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അതൊന്ന് പാട്രിലീനിയലാണ്, ഒന്ന് മാട്രിലീനിയലാണ്. പക്ഷേ എന്നാൽ പോലും അതിന് തമ്മിൽ കുറേ സിമിലാരിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ വില്ലേജിന് അവരുടെ ഹെഡ്മാൻ ഉണ്ടായിരിക്കും. പുള്ളിക്ക് ആ സ്ഥാനം ഹെറിഡിറ്ററി ആയിട്ട് കിട്ടുന്നതാണ്, പരമ്പരാഗതമായിട്ട് കൈവന്ന് ചേരുന്നതാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് കൗൺസിൽ ഓഫ് എൽഡേഴ്സ് ഉണ്ടാവും. അവരെല്ലാവരും ചേർന്ന് തീരുമാനമെടുക്കുന്നു. മെയിൽ മെമ്പേഴ്സിനാണ് പ്രധാന അവകാശങ്ങളെല്ലാം. അതേപോലെ അവർ ലെഗസി, പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നത് വരും തലമുറയിൽ വരുന്ന പുരുഷന്മാരായിരിക്കും, സ്ത്രീകൾക്കല്ല അത് പോകുന്നത്. ഓരോ ജെൻഡറിനും, അതിപ്പോൾ മെയിലായാലും ഫീമെയിൽ ആയാലും ഓരോ ജെൻഡറിനും അതിൻ്റേതായിട്ടുള്ള സ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇദ്ദേഹം എടുത്തു പറഞ്ഞത് പുരുഷന്മാരെ നമുക്ക് വീടിൻ്റെ ഉമ്മറത്ത് കാണാൻ കഴിയും, പക്ഷേ സ്ത്രീകളെ പലപ്പോഴും വീടിൻ്റെ അടുക്കളയിലോ അല്ലെങ്കിൽ അകത്തുള്ള ചെറിയ മുറികളിലോ മാത്രമേ കാണാൻ കഴിയൂ. അവരവരുടെ ബന്ധുക്കളെ കാണുമ്പോഴോ മറ്റു പലരോട് സംസാരിക്കുമ്പോഴോ പുറത്ത് വരാറില്ല, അകത്തിരുന്നാണ് സംസാരങ്ങൾ നടത്താറ് എന്നൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതേപോലെ ഒരു സ്ത്രീ വിധവയാവുകയാണെന്നുണ്ടെങ്കിൽ, വിഡോഹുഡ് ഉണ്ടെങ്കിൽ എന്താണ്, അവർക്ക് റീമാരേജ്, പുനർവിവാഹം നടത്താൻ പറ്റും. ആരെ? ഈ മരിച്ചുപോയ ആളുടെ സഹോദരനെ, അയാളുടെ വേറെ ഏതെങ്കിലും ഒരാളെ കല്യാണം കഴിക്കാന്നല്ല, മരിച്ചുപോയ ഭർത്താവിൻ്റെ സഹോദരനെ കല്യാണം കഴിക്കുന്ന ലെവറേജ് എന്ന സിസ്റ്റം വഴി ഇവർക്ക് പുനർവിവാഹം നടത്താം കൂർഗിൻ്റെ ഇടയിൽ. അതേപോലെ ഈ പുരുഷന്മാർ എന്താണ്, വേട്ടയാടലിലും മറ്റു കാര്യങ്ങളിലും ഹണ്ടിങ്ങിലെല്ലാം സ്കിൽഡ് ആയ ആളുകളായിരിക്കും, അല്ലെങ്കിൽ സ്കിൽഡ് ആയ ആളുകൾ ആയിരിക്കണം. ഇതേ സമയം അവർക്ക് പാട്ടും ഡാൻസും മറ്റ് കലാപരിപാടികളെല്ലാം ഇഷ്ടമാണ്. അവരുടെ വിളവെടുപ്പ് ഉത്സവം വരുന്ന സമയത്ത് അവർ മതപരമായ ചടങ്ങുകളിലെല്ലാം പങ്കെടുക്കാറുണ്ട്, നൃത്തം ചെയ്യാറുണ്ട്, പാട്ട് പാടാറുണ്ട്. സ്ത്രീകൾ ഇത് കുറച്ച് ദൂരെ നിന്ന് നോക്കിയെന്ന് കണ്ടാൽ മതി, അല്ലെങ്കിൽ കാണാറുണ്ട്. അതാണ് ഇവരുടെ സിസ്റ്റം. അപ്പോൾ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ലാസ്റ്റ് ഒരു പോയിന്റ് പറയുന്നത്, എങ്ങനെയാണ് കിൻഷിപ്പ് സ്റ്റഡീസിൽ ജെൻഡർ എന്ന കാര്യം വരുന്നത്, ജെൻഡർ എങ്ങനെ കിൻഷിപ്പിൻ്റെ ഭാഗമാവുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പല പെർസ്പെക്റ്റീവിലും ഫാമിലി എന്താണ്, മാരേജ് എന്താണ്, കോൺസാൻജ്യൂനൽ, അഫിനൽ, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ നോക്കിയിട്ടുള്ളൂ മുമ്പുണ്ടായിരുന്ന പല പെർസ്പെക്റ്റീവിലും. അതിനുശേഷം മാർക്സിസ്റ്റ്, പോസ്റ്റ് മോഡേൺ, ഫെമിനിസ്റ്റ് പോലെയുള്ള ചില പെർസ്പെക്റ്റീവ്സ് വന്നു. ഈ പെർസ്പെക്റ്റീവ്സിൽ സ്ത്രീകളെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡീസ് നടത്തിയിട്ടുണ്ടായി. അതായത് ജെൻഡർ എങ്ങനെ ഒരു മാറ്റർ ആവുന്നു, ജെൻഡർ ഏതാണെന്നുള്ളതനുസരിച്ച് ഒരു കിൻഷിപ്പ് സിസ്റ്റത്തിൽ അവരുടെ സ്ഥാനം തീരുമാനിക്കുന്നത് എങ്ങനെയാണ്, അവർ റിച്വൽസിലാണെന്നുണ്ടെങ്കിലും റിയൽ ലൈഫിലാണെങ്കിലും അവർക്ക് പവർ ഉണ്ടോ, പവർ ഇല്ലേ, അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ആര് പഠനം നടത്തി? ഇവർ പഠനം നടത്തിയിട്ടുണ്ട്, ഈ പുതിയ പെർസ്പെക്റ്റീവ്സുകാർ. ഇപ്പം അതിലെടുത്ത് പറയേണ്ട ഒരാൾ ലീല ദുബെയാണ്. ഇദ്ദേഹം ഒരു ഇന്ത്യയിലെ ലീഡിങ് ആന്ത്രോപോളജിസ്റ്റാണ്. ഇവരുടെ സ്വന്തം ജീവിതകഥയെ വെച്ച് തന്നെയും അതേപോലെ ഗോണ്ട് പോലെയുള്ള ട്രൈബ്സിൻ്റെ ഇടയിലെ സ്റ്റഡീസ് വെച്ചുമാണ് ഈ കാര്യത്തിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്തത്. ഇവർ പറഞ്ഞത് എന്താ വെച്ചാൽ, ഇവരുടെ കുട്ടിക്കാലത്ത് സ്ത്രീകളെ അല്ലെങ്കിൽ സ്ത്രീകളെ പഠിപ്പിക്കുന്നത് ഒരു അനാവശ്യ കാര്യമാണ്, അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കേണ്ടത് വീട്ടുജോലികളും മറ്റു കാര്യങ്ങളും, ഒരു മാരീഡ് ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം തുടങ്ങിയ കാര്യങ്ങൾ മാത്രം പഠിപ്പിച്ചാൽ മതി. ഇനി അഥവാ നമ്മൾ സ്കൂളിലോട്ട് വിടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് എങ്ങാനും ഹസ്ബൻഡൊക്കെ മരിച്ചു പോയി കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി മാത്രം, അങ്ങനെ മാത്രമേ വിദ്യാഭ്യാസത്തിന് കൺസിഡർ ചെയ്തിരുന്നുള്ളൂ. പക്ഷേ ഇവർ ലീല ദുബെ ഓർത്തെടുക്കുന്ന കാര്യം എന്താ വെച്ചാൽ, അവരെ പഠിപ്പിച്ചിരുന്ന പല ടീച്ചേഴ്സും എന്തായിരുന്നു, അൺമാരീഡ് ആയിരുന്നു, അല്ലെങ്കിൽ സിംഗിൾ വുമൺ ആയിരുന്നു എന്നും ഇവർ ഓർത്തെടുക്കുന്നുണ്ട്. ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകളെ കൂടുതലും സോഷ്യലൈസ് ചെയ്തിരുന്നത് ഇവരുടേതായിട്ടുള്ള കസ്റ്റംസിലോട്ട് മാത്രമായിരുന്നു. അതായത് മറ്റ് പല കാര്യങ്ങളും നോക്കാതെ റിലീജിയസ് ആയ രീതികൾ അല്ലെങ്കിൽ കസ്റ്റമറി പ്രാക്ടീസസ് മാത്രം ഫോളോ ചെയ്യുന്ന ടൂൾസ് ആയിട്ട് ഇവരെ കൺസിഡർ ചെയ്തിരുന്നു എന്നാണ് ലീല ദുബെ മനസ്സിലാക്കിയിട്ടുള്ളത്. കല്യാണം കഴിഞ്ഞാൽ അവർക്ക് അവരുടെ സ്വന്തം വീടുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഭർത്തൃഗൃഹത്തിൽ മാത്രം ഇരിക്കേണ്ടി വരുമായിരുന്നു. ഇതേ സമയം ഭർത്താവിൻ്റെ ഫാമിലി ആണെങ്കിൽ ഇവരെ വേറൊരു വീട്ടിൽ നിന്ന് വന്ന ആളാണ്, ആ ഒരു ഏലിയൻ രീതിയിൽ നോക്കിക്കാണുകയും ചെയ്തിരുന്നു. പാട്രിലോക്കൽ അല്ലെങ്കിൽ പാട്രിലിയൽ സിസ്റ്റമാണ് എക്സിസ്റ്റ് ചെയ്തിരുന്നത്. അത് നല്ല രീതിയിൽ പുരുഷന്മാർക്ക് വേണ്ടിയുള്ളതാണ്, പുരുഷന്മാരെ ഫേവർ ചെയ്യുന്ന, താങ്ങി നിർത്തുന്ന ഒരു പരിപാടിയാണ് എന്നാണ് ഇവർ മനസ്സിലാക്കിയത്. ഇതേ സമയം അവർ ഗോണ്ട് എന്ന ട്രൈബ്സിൻ്റെ ഇടയിൽ ഒരു സ്റ്റഡി നടത്തിയപ്പോൾ ഇവർക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, അവിടെ എന്താണ്, സ്ത്രീകൾക്ക് റീമാരേജ് പറ്റുന്നുണ്ട്. നമ്മൾ സ്ത്രീധനം, ഡൗറിക്ക് പകരം അവിടെ എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നു, ബ്രൈഡ് പ്രൈസ് എക്സിസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു ചുരുക്കി പറഞ്ഞത് എന്താ വെച്ചാൽ, നമ്മുടെ സമൂഹത്തിലെ പല അപ്പർ കാസ്റ്റ് സ്ത്രീകളെക്കാളും കൂടുതൽ റെസ്പെക്റ്റോടെ, ഫ്രീഡത്തോടെ ജീവിക്കുന്നത് ഗോണ്ട് പോലെയുള്ള ചില ട്രൈബ്സിലെ സ്ത്രീകളാണ് എന്നാണ് ഇവരുടെ സ്റ്റഡിയിലൂടെ മനസ്സിലാക്കിയത്. അവിടെയും അവർ കണ്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻകം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു സ്ത്രീക്ക് ഇൻകം ഇല്ല എന്നുണ്ടെങ്കിൽ അവരുടെ കമ്മിങ് ജനറേഷനെ, അവരുടെ മക്കളെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരും. അല്ലെങ്കിൽ അങ്ങനെ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഇൻകം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ എന്താണ്, മക്കളെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരുന്ന ഒരു കാര്യവും അവരൊരു ആന്ത്രോപോളജിസ്റ്റ് എന്ന രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ജെൻഡറിൻ്റെ വേറൊരു ആസ്പെക്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് ചില അമേരിക്കൻ സോഷ്യോളജിസ്റ്റുകളാണ്. ഇവരിവിടെ കൊണ്ടുവന്നത് ലെസ്ബിയൻ, ഗേ, ഒരു ആണും തമ്മിലൊരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ അവരെങ്ങനെയാണ് അസോസിയേറ്റ് ചെയ്യുന്നത്, അവർ മാരീഡ് ആണെന്ന് പറയാൻ പറ്റുമോ, അവർക്കുണ്ടാകുന്ന കുട്ടി എങ്ങനെ ലെജിറ്റിമേറ്റ് ആവുന്നു, അല്ലെങ്കിൽ അവർക്കൊരു കുട്ടി ഉണ്ടാവുമോ, അവർക്കൊരു കുട്ടിയെ വളർത്താനുള്ള അവകാശം ഉണ്ടോ ഇല്ലയോ,
ഇത്തരം കോംപ്ലക്സ് ആയ കാര്യങ്ങളെക്കുറിച്ച് ആണ് ഇവർ പ്രധാനമായിട്ടും സ്റ്റഡീസ് നടത്തിയിട്ടുള്ളത്. ഇതിപ്പോഴുമാണ് ഇവർ തമ്മിലുള്ള ഒരു കിൻഷിപ്പിനെ, ഇവരൊരു റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ അതിനെ ഏത് രീതിയിൽ നമ്മൾ ഡിഫൈൻ ചെയ്യും? ബ്ലഡ് റിലേഷൻ വെച്ച് പറയണോ, കോൺസാൻജീനിയസ് ആണെന്ന് പറയണോ, അതോ അഫിനൽ ആണെന്ന് പറയണോ, മാരേജ് എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ഈ അൺകൺവെൻഷണൽ ആയിട്ടുള്ള കിൻഷിപ്പ് കാര്യങ്ങളെക്കുറിച്ച് ചില അമേരിക്കൻ സോഷ്യോളജിസ്റ്റുകൾ സ്റ്റഡീസ് നടത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവറാൾ വെസ്റ്റേൺ പെർസ്പെക്റ്റീവിലും ഇന്ത്യൻ പെർസ്പെക്റ്റീവിലും ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് സ്റ്റഡീസ് നടത്തിയിട്ടുള്ളത്. സ്റ്റഡീസ് ആദ്യം തുടങ്ങിയത് വെസ്റ്റേണിലാണ്. കിൻഷിപ്പ് എന്താണ്, കിൻഷിപ്പ് ടെർമിനോളജീസ് എന്തൊക്കെയാണ്, ഓരോ സൊസൈറ്റിയിലും കിൻഷിപ്പ് എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ ഡിഫറൻസസ് എന്തൊക്കെയാണെന്നൊക്കെ അവർ മനസ്സിലാക്കിയിരുന്നു. അവരിൽ ചിലർക്ക് അല്ലെങ്കിൽ സ്റ്റഡീസ് തുടങ്ങിയ സമയത്ത് ഒരു ഈസ്റ്റ്, നമ്മുടെ ഇന്ത്യക്ക് ഉൾപ്പെടുന്ന ഈസ്റ്റേൺ റീജിയനോട് അവർക്ക് കുറച്ച് പ്രജുഡിസ്റ്റിക് ആയ ചില പ്രീകൺസീവ്ഡ് നോഷൻസ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യയിലും, അതായത് നമ്മുടെ ഈസ്റ്റേൺ റീജിയനിലും പല തരത്തിലുള്ള ഇൻഇക്വാലിറ്റീസ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് തന്നെയാണ് സത്യം അവർ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇന്ത്യൻ തിങ്കേഴ്സ് ഇതിൽ നിന്നെല്ലാം ഇൻസ്പയർഡ് ആയിരുന്നു. അവർ ഇന്ത്യയെ ഓരോ വില്ലേജ് ആയിട്ടും കാസ്റ്റ് ആയിട്ടും വളരെ ഇൻക്ലൂസീവ് ആയ രീതിയിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിനെ എടുത്തുകൊണ്ട് സ്റ്റഡി നടത്തിയിട്ടാണ് അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്.